ബേജാറുണ്ടോ? ഇവിടെ ഒന്ന് പരിശോധിച്ചോണ്ടി. ഏതെങ്കിലും അമുസ്ലിമീങ്ങളോ മറ്റൊന്നല്ലല്ലോ ഇവിടെ നിന്ന് താമസിക്കുന്നത്. ഇവിടെയുള്ള പീഡിയന്റെ അടുത്തും തെങ്ങിന്റെ മറ്റും നോക്കിയോണ്ടി എല്ലാ ദിവസവും കുപ്പികൾ കാണാം. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരുടെ ഇതൊന്നും ഇപ്പൊ APK ഒന്നുമല്ലല്ലോ, ഇതൊന്നും ഇപ്പൊ ഗ്രൂപ്പൊന്നും അല്ലല്ലോ. ഇതിൽ എല്ലാവരും ശ്രദ്ധിക്കണ്ടേ. മുസ്ലിമീങ്ങൾ എന്ന് മാത്രമല്ല, ലഹരി വല്ലാത്ത മുസീബത്തല്ലേ. അമുസ്ലിമീങ്ങളും ഇതിനോട് താല്പര്യമുള്ളവരല്ലല്ലോ. ഈ സമൂഹത്തെ ആകെ തച്ച് തകർക്കുന്ന, ഈ സാമ്പത്തികമായും എല്ലാ നിലക്കും തകർക്കുന്ന സാധനമല്ലേ സഹോദരന്മാരെ ലഹരി. പക്ഷേ നമ്മുടെ മുസ്ലിം ഉമ്മത്തിൽ ഇത് വളരെ ഒരു ബേജാറുമില്ലാതെ നടത്തി വരുന്നു. സ്ത്രീകളടക്കം കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാ നാട്ടിലുണ്ട്. ഗൾഫിൽ നിന്ന് വരുമ്പോ കൊണ്ടുവരല്ലേ, പിന്നെ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ മഹാനായ ഫുളൈൽ തങ്ങൾ അല്ലാഹുവിന്റെ വലിയാണ്. ഫുളൈൽ തങ്ങളെ ചരിത്രത്തിൽ കാണാം. ഫുളൈൽ തങ്ങളെടുത്ത് പഠിച്ച ഒരു വിദ്യാർത്ഥി, ആ ചെറുപ്പക്കാരൻ അസുഖമായി. ചെറുപ്പക്കാരെ, ഏത് കാലത്ത് മരിക്കുമെന്ന് നമുക്കറിയില്ല, എത്ര കാലം ജീവിക്കുമെന്ന് നമുക്കറിയില്ല. ചെറിയ വയസ്സിന്റെ ഇടയിൽ പോയേക്കാം. വല്ല ഖൈറും ചെയ്യാൻ നോക്ക്, ആഖിറത്തിലേക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്ക്. അതാ ഈ ലോകത്തുനിന്ന് പിരിഞ്ഞിട്ട് കൈകടിച്ചിട്ട് കാര്യമില്ല. ചങ്ങാത്തം കൊണ്ട് അള്ളാന്റെ ദീന് കളഞ്ഞു കുളിക്കണ്ട. അള്ളാഹുവിന്റെ ദീന് മുഴുവനും ആര് വാത് പറഞ്ഞാലും സ്വീകരിക്കാതെ, അത് പറഞ്ഞത് ഏപ്പിക്കാരനാണ്, ഇത് പറഞ്ഞ ഈറ്റക്കാരനാണ്. അല്ല, മുത്തുനബിയുടെ വാക്കുകളാണ്, അള്ളാന്റെ റസൂലിന്റെ വാക്കുകളാണ്. ആഖിറത്തിൽ നിന്ന് ഇതേ ശബ്ദത്തിൽ നിന്റെ കാതിൽ അല്ലാഹ് കേൾപ്പിക്കുന്ന ദിവസമുണ്ട് കേട്ടോ. നീ ചെയ്ത പേക്കൂത്തുകൾ, നീ ചെയ്ത പ്രവർത്തനങ്ങൾ, അത് റബ്ബിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യുമ്പോൾ ഞാനിത് അറിഞ്ഞില്ല, ഞാൻ കിതാബോധിയില്ല എന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ മുമ്പിൽ ഈ പറഞ്ഞ പ്രസംഗം നിന്റെ മുമ്പിൽ നിന്ന് കേൾപ്പിക്കപ്പെടും കേട്ടോ. അതൊരു ഗ്രൂപ്പീസമായി നീ തള്ളിക്കളയണ്ട, ഒരു ഗ്രൂപ്പുകാരന്റെ വാളായി നീ തള്ളണ്ട. റബ്ബിന്റെ മുമ്പിലെത്തുമ്പോൾ അള്ളാന്റെ ദീനിന്റെ ആയത്ത് ഹദീസുകൾ നിന്റെ മുമ്പിൽ ഓതപ്പെട്ടില്ലേ? നിന്റെ മുമ്പിൽ എന്റെ ദിക്റുകൾ വന്നില്ലേ? അതാ എന്റെ ഖുർആനിന്റെ മുമ്പിൽ ഓതപ്പെട്ടില്ലേ? നീ അതിനെ മറന്ന പോലെ അത് കേൾക്കാൻ എന്നെ കിട്ടിയില്ല. അതിനെ നീ പരിഹസിച്ചിരിക്കയല്ലേ? അതുപോലെ ഇന്ന് നിന്നെയും പരിഗണിക്കുകയില്ല എന്ന് അല്ലാഹു പറയുന്നൊരു ദിവസമുണ്ട് കേട്ടോ. അള്ളാഹുവിന്റെ ദീന് പറയുമ്പോ അത് ആ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് തരംതിരിച്ചു കളയരുത്. അള്ളാഹുവിന്റെ ദീനാണ് പറയുന്നത്. ആര് പറയട്ടെ, നമ്മൾ മനസ്സിലാക്കണം. ഫുളൈൽ തങ്ങള് അള്ളാഹുവിന്റെ വലിയാണ്. ഫുളൈൽ തങ്ങള് മരിക്കാൻ കിടക്കുമ്പോൾ, ചരിത്രത്തിൽ ഫുളൈൽ തങ്ങളുടെ ശിഷ്യൻ മരിക്കാൻ കിടക്കുന്നു. ഫുളൈൽ തങ്ങൾ ആ ടൈമിൽ അതാ ഈ തിൽമീദിന്റെ അരികിൽ ചെല്ലുന്നു. ചരിത്രത്തിൽ കാണാം. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് തിൽമീദിനിക്ക് ചൊല്ലിക്കൊടുക്കുന്നു. ചെറുപ്പക്കാരനാണ്, മരിക്കാൻ പോവുകയാണ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുത്തു. കുറെ പലപ്പോഴായി ആവർത്തിച്ചു കൊടുത്തു. കുറെ ആവർത്തിച്ചപ്പോ ഈ ചെറുപ്പക്കാരൻ പറയുന്നില്ല, അഖൂലുഹ, ഞാനത് പറഞ്ഞില്ല. ഇന്നീ വഅന ബരീഉം മിൻഹാ, ഞാൻ അതിന്റെ ആളല്ല, ഞാൻ അതിൽ നിന്നൊഴിവാണ്. സുബ്ഹാനല്ലാഹ്. ഇത് കേൾക്കുമ്പോ ആള് കാഫറായി എന്നർത്ഥം. ഞാനതിന്റെ ആളല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് ആളല്ല എന്നൊരാൾ പറഞ്ഞാൽ കാഫറായില്ലേ? മുസ്ലിമായി ജീവിച്ച ആ ചെറുപ്പക്കാരൻ ഈമാനൂരപ്പെടാനുള്ള കാരണം എന്താണ്? ആ കുട്ടിക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുത്ത ഫുളൈൽ തങ്ങൾ കരഞ്ഞുകൊണ്ട് ആ വീടിൽ നിന്നിറങ്ങുന്നു. വീട്ടിലേക്ക് ചെന്നു. വല്ലാതെ റബ്ബിനോട് വേവലാതിപ്പെട്ടു. എന്തേ കാര്യമെന്നറിയണം.
അതാ ഫുളൈൽ തങ്ങൾ അല്ലാഹുവിന്റെ വലിയാണ്, അവർക്ക് കാണിച്ചു കൊടുക്കുന്നു ഈ ചെറുപ്പക്കാരനെ യസ്ഹബു അലാ വജ്ഹിഹി ലന്നാർ, നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന രംഗമാണ് കാണുന്നത്. ആ ടൈമിൽ ഫുളൈൽ തങ്ങൾ ചോദിക്കുന്നു, മോനെ എങ്ങനെയാണ് നിനക്ക് അപകടം പറ്റിയത്? ലിമനുസിഅത് മിൻകൽ മഅരിഫ, ഈമാൻ എങ്ങനെയാണ് നിന്റെ ഹൃദയത്തിൽ നിന്ന് ഊരപ്പെട്ടത് മോനെ? ചെറുപ്പക്കാരാ ചിന്തിക്കൂ, ഒരു കഥ പറയുകയില്ല, മഹാനായ ഫുളൈൽ തങ്ങൾ അനുഭവിച്ചതാണ്. മോനെ ലിമനുസിഅത് മിൻകൽ മഅരിഫ, നിന്റെ ഖൽബിലുണ്ടായ ഈമാൻ എങ്ങനെ ഊരപ്പെട്ടു മോനെ? ഇത് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഫുളൈൽ തങ്ങളോട് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി കിതാബിൽ കാണാം. ഉസ്താദേ, എനിക്കൊരു രോഗമുണ്ടായിരുന്നു, ആ രോഗത്തിന് എന്റെ ഡോക്ടറിനോട് പറഞ്ഞ മരുന്ന് ലഹരി കഴിക്കണമെന്നാണ്. അങ്ങനെ ഇടയ്ക്കിടെ ഞാൻ ലഹരി കഴിക്കുമായിരുന്നു. ഇസ്ലാമിൽ രോഗശമനത്തിന് വേണ്ടി ലഹരി കഴിക്കാൻ പാടില്ല. ലാ ശിഫാ ഫിൽ ഖംർ, ലഹരിയിൽ ഒരിക്കലും തന്നെ രോഗശമനമില്ല. മുത്തുനബി പഠിപ്പിച്ചു, അത് ഒരിക്കലും രോഗശമനത്തിന് ഉപയോഗിക്കാൻ പാടില്ല. പറഞ്ഞാൽ അത് മരുന്നായി ഉപയോഗിക്കാൻ പാടില്ല. എന്നാൽ അത് ചേർത്തിട്ട് ചില മരുന്നുകൾ ചിലപ്പോൾ ഉണ്ടാക്കേണ്ടി വരും. അത് മരുന്നായ പേരിലല്ല, ഈ മരുന്നിന്റെ ചില ഷർറുകൾ തടുക്കാൻ വേണ്ടിയോ മറ്റൊക്കെ ഉണ്ടാവും. അത് ശിഫയായതുകൊണ്ടല്ല. ഒരു മരുന്നിന് ചേർക്കുന്നത് മുഴുവനും അത് ചികിത്സയാണ്, ഈ രോഗത്തിന്റെ ശിഫയല്ല. ഒന്നോ രണ്ടോ മരുന്നേ ശിഫക്കൊക്കെ ഉണ്ടാവും. പിന്നെ ചേരുവകളിൽ പലതും ഇതുകൊണ്ടുണ്ടാകുന്ന അപകടം തടുക്കാൻ, മറ്റൊന്ന് അതിന്റെ മറ്റത് തടുക്കാൻ, അങ്ങനെ സൈഡ് എഫക്റ്റുകൾ തടുക്കാനുണ്ടാവും ഗുളിക. നമ്മൾക്ക് എന്തെങ്കിലും അസുഖമായി ഡോക്ടറെ അടുത്ത് പോയാൽ ഗുളികൾ 5 ഗുളിക എഴുതി 5ഉം നമ്മുടെ രോഗത്തിന് വേണ്ടി ആയിക്കൊള്ളണമെന്നില്ല. ഒന്നോ രണ്ടോ ഒക്കെ രോഗത്തിന് വേണ്ടിയാകും. മറ്റതൊക്കെ ഈ ഗുളിക കഴിക്കുമ്പോൾ മറ്റൊരു പ്രശ്നം വരും, അത് തടുക്കാൻ വേണ്ടി ഉണ്ടാകും. രോഗശമനത്തിന് ഉള്ള ഗുളിക ചിലപ്പോൾ ഇത് മുഴുവനും ആയിക്കൊള്ളണമെന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഫുഖഹാ, ധർമ്മശാസ്ത്ര പണ്ഡിതന്മാര് പറയുന്നു, ലഹരി ഒരു മരുന്നിൽ ചേർക്കേണ്ടി വന്നാൽ ചേർത്തത് കൊണ്ട് അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന നിയമം ഇല്ല. ലഹരി സ്വന്തമായി ശിഫാക്ക് ഉപയോഗിക്കാൻ പാടില്ല. വിദഗ്ധരായ ഡോക്ടർമാർ ലഹരി ചേർത്ത മരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞാൽ, കഴിച്ചാൽ ശിഫയാകുമെന്ന് പറഞ്ഞാൽ ഒരുപക്ഷേ അത് ഉപയോഗിക്കുന്നതിന് തകരാറില്ല. അതുകൊണ്ട് തന്നെ ചില മരുന്നുകളൊക്കെ നോക്കി ആൽക്കഹോളൊക്കെ കാണും അതിന്റെ മുകളിൽ. അതൊന്നും കുടിക്കണ്ട നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷെ അത് കഴിച്ചാൽ വായ കഴുകേണ്ടി വരും. അതിന് അധികം മരുന്നും കഴുകേണ്ടി വരും. ഗോരോചനാദി വരെ കുടിച്ചാല് തൊള്ളകണം, എല്ലാം നിസ്കാരം ചെയ്യാവും. ഗോരോചനാദി കുടിച്ച ആള്, അതെ അതേ ജാതി ഉണ്ടല്ലോ, കൊമ്പൻ ജാതി, ഗോരോചനാദി, ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ വായ കഴുകാതെ നിസ്കരിക്കാൻ പറ്റൂല. അരീഷ്ടങ്ങൾ പലതും കഴിച്ചാൽ അതിൽ ഗോമൂത്രവും, അതോ ഗോ എന്ന് പറഞ്ഞാൽ പശുവിന്റെ മൂത്രം ഉണ്ടാവും. അതുപോലെ പല നജസും കൂട്ടുണ്ടതിലൊക്കെ നജസ് ചേർത്തുകൊണ്ട് മരുന്നുകൾ ഉണ്ടാക്കാൻ തെറ്റുള്ളതല്ല. പല മരുന്നുകളുണ്ട്. അപ്പൊ അത് കഴിച്ചാൽ വായ കണ്ടി വരും. ചില ആളുകൾ ഗോരാജനാദി കൊണ്ടടക്കണേ. ഇപ്പൊ പിന്നെ അങ്ങനത്തെ ഒന്നുമില്ല. പഴയ വേസന്മാര് ബെൽറ്റിന്റെ ഉള്ളിൽ ഗോരാജനാദി കൊണ്ടടക്കും. നിസ്കാരം ചെയ്യാവൂല. നിസ്കരിക്കണ നേരത്ത് ഗോരാജനാദി നജസാണത്. ബഹുമാനപ്പെട്ട കരിങ്കപ്പാറ ഉസ്താദിന്റെ ചരിത്രത്തിൽ വൈലത്തൂർ ഉസ്താദ് പറയുന്നത് കേട്ടിട്ടുണ്ട്. കരിങ്കപ്പാറ ഉസ്താദിന് ഇടക്കിടക്ക് ലാസ്റ്റ് ടൈമിൽ തലേറ്റിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ദിവസം ഉസ്താദ് ചെന്നപ്പോ കരിങ്കപ്പാറ ഉസ്താദ് ഈ സങ്കടം പറഞ്ഞു, ഇങ്ങനെ തലേറ്റിലടച്ച് സംഭവിക്കുകയാണ്. അപ്പൊ അത് ഗോരോജനാദി കുടിച്ചൂടെ, ഒന്ന് ഇഞ്ചിന്റെ നീറ്റിലൊക്കെ ഗോരാജനാദി കുടിച്ചാൽ അതിന് ഫലം ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞു വൈലത്തൂർ ഉസ്താദ്. അപ്പൊ തന്നെ കരിങ്കപ്പാറ ഉസ്താദ് പറഞ്ഞു, അത് നജസായതുകൊണ്ട് ഞാൻ കുടിക്കലില്ല. നജസ് കുടിക്കുക, എന്നാലും സൂക്ഷ്മതൊക്കെ കുടിക്കണില്ല എന്നർത്ഥം. കരിങ്കപ്പാറ ഉസ്താദ് വല്ലാതെ സൂക്ഷ്മതയുള്ള ആളാണ്. അപ്പോ ഞാൻ കുടിക്കലില്ല എന്ന്. അപ്പോ ഗോരോജൻ എന്ന് പറയുന്ന സാധനത്തെ സംബന്ധിച്ച് ആണ് ഈ പറയുന്നത് എന്നാ വൈലത്തൂർ ഉസ്താദ് മനസ്സിലാക്കിയത്. അതുകൊണ്ട് വൈലത്തൂർ ഉസ്താദ് പറഞ്ഞു, ഗോരോജനെ സംബന്ധിച്ച് പണ്ഡിതന്മാരടി തർക്കല്ലേ, നജസാണോ അല്ലേ എന്നീ തർക്കല്ലേ. അപ്പോ അത് നജസല്ല എന്നുള്ള അഭിപ്രായം പിടിച്ച് ഗോരോജനാദി കഴിച്ചൂടെ. ഉടനെ തന്നെ കരിങ്കപ്പാറ ഉസ്താദ് പറഞ്ഞത്, അതിൽ ഗോരോജന്റെ പ്രശ്നമല്ല, അതിൽ ഭൂനാഗവും കൂട്ടുന്നുണ്ട്.
ഭൂനന ഭൂമി, നാഗനന പാമ്പ്, ഭൂമിയിലെ പാമ്പ്, ഭൂനാഗനന മണ്ണിര, അഥവാ നമ്മളെ ഭാഷയിൽ ഞാഞ്ഞൂൽ. ഞാഞ്ഞൂലിനെയും ചേർക്കുന്നുണ്ട്. ഞാഞ്ഞൂല് ചത്താൻ നജസ, അപ്പൊ ആ നജസ് ചേർക്കുന്നുണ്ട്. അതിൽ തർക്കമില്ല. ഇത് ഞാഞ്ഞൂല് നജസ എന്നുള്ള ഈ തർക്കം, ഞാഞ്ഞൂല് ശുദ്ധിയുള്ളതാണ്, അത് ചത്താൻ നജസ എന്നുള്ള ഈ തർക്കമില്ല. അതുകൊണ്ട് പിന്നെ അത് കുടിക്കാൻ മടിയാണ്. അങ്ങനെ അതാ ഞാൻ പറഞ്ഞത്. അപ്പോ ഈ ഗോരജനാദ് ഇങ്ങനെ അരപ്പട്ടയിൽ കൊണ്ടു നടക്കുന്ന ആൾക്ക് നിസ്കരിച്ച സംസ്കാരം ചെയ്യാവും, നജസ് ചുമന്ന് നിസ്കരിച്ച ചെയ്യാവും. അപ്പൊ മരുന്നുകൾ കഴിച്ചാൽ ചില മരുന്നുകളൊക്കെ നമുക്ക് അറിയുമെങ്കിലാണ്, അല്ലെങ്കിൽ കുറ്റമൊന്നുമില്ല. അത് നജസാണെന്ന് അറിയുമെങ്കിൽ അത് നമ്മൾ വായ കഴുകിയിട്ട് പിന്നെ നിസ്കരിക്കാൻ പാടുള്ളൂ. നമ്മൾ മേത്തുന്നത് കൊണ്ട് ഒപ്പം ചെയ്യരുത്. ഞാൻ പറഞ്ഞത് ലഹരി സാധനങ്ങൾ അത് സ്വന്തം മരുന്നിന് വേണ്ടി ഉപയോഗിച്ചു ഈ ചെറുപ്പക്കാരൻ. ഞാനത് ഇടയ്ക്കിടെ എന്റെ മരുന്നായി ഉപയോഗിക്കുമായിരുന്നു. അതിനാൽ അല്ലാഹു എന്നിൽ നിന്ന് ഈമാൻ ഊരിക്കളഞ്ഞു. ചെറുപ്പക്കാരെ നോക്കൂ, ഒരാളുടെ ഈമാൻ മരിക്കുന്ന ടൈമിൽ നഷ്ടപ്പെടാൻ കാരണമെന്ത്? ഹുദൈൽ തങ്ങളുടെ ശിഷ്യൻ ചെറുപ്പക്കാരനാണ്. ഹുദൈൽ തങ്ങളെയൊക്കെ ദീൻ പഠിച്ച ആളാണ്. അയാൾ ഇങ്ങനെ ആയിത്തീർന്നത് എന്തുകൊണ്ട്? അയാളുടെ ഇടയ്ക്കിടയ്ക്ക് ചികിത്സയ്ക്ക് വേണ്ടി ലഹരി കഴിച്ചു, രസത്തിന് വേണ്ടിയല്ല. ഇതൊക്കെ ഒരു ചെറിയ കാര്യമായിട്ടാണ് ഇന്നത്തെ ചെറുപ്പക്കാർ മനസ്സിലാക്കുന്നത്. കബറുമാന്തി ജീവിതം കൊണ്ട് നടന്നിരുന്ന ഒരാളുണ്ടായിരുന്നു. കബറുമാന്തി കഫന്തുടി കൊണ്ടേ വെക്കുക, എന്നിട്ട് അങ്ങനെ ജീവിക്കുക. അങ്ങനെ ഒരു മനുഷ്യണ്ടായിരുന്നു. അയാൾ പെട്ടെന്ന് തൗബ ചെയ്ത് നന്നായി. അപ്പൊ ആളുകൾ ചോദിച്ചു എന്താ? അയാൾ പറഞ്ഞു, കബറുമാന്തിയിട്ട് പല ആശ്ചര്യങ്ങളും ഞാൻ കണ്ടിന്, അതിനാലാണ് ഞാൻ ഇതിന് മാറിയത്. അതിൽ പറഞ്ഞ കൂട്ടത്തിൽ കാണാം, റഅയ്തു അംവാതൻ മസ്റൂഫീന അനിൽ ഖിബ്ല. എത്രയോ ഖബറുകൾ ഞാൻ മാന്തിയിട്ടുണ്ട്. പലരുടെയും മുഖങ്ങൾ ഖിബ്ലയിൽ നിന്ന് തെറ്റിച്ചിരിക്കുന്നു. ഖിബ്ലയിലേക്ക് മയ്യത്തിനെ കടത്തൽ നിർബന്ധമാണ്. ഞാൻ സാന്ദർഭികമായി പറയട്ടെ, മയ്യത്തിനെ ഖബറിലേക്ക് ഇറക്കുന്നവർ ശ്രദ്ധിക്കണം. മയ്യത്തിനെ ഖബറിലേക്ക് ഇറക്കുന്നവർ ശ്രദ്ധിക്കണം. മയ്യത്തിനെ വീട്ടിൽ കടത്തുന്നവർ ശ്രദ്ധിക്കണം. വീട്ടിൽ എങ്ങനെ കിടത്തിയാലും കുറ്റങ്ങളൊന്നുമില്ല. കുറ്റമില്ലെങ്കിലും കിടത്തേണ്ടത് മയ്യത്തിന്റെ കാല് ഖിബ്ലയുടെ ഭാഗത്തേക്കും മയ്യത്തിന്റെ തല കിഴക്ക് ഭാഗത്തേക്കുമായി, അതാ അല്പം നാം നിസ്കരിക്കാൻ നിൽക്കുന്ന പോലെ അല്പം വടക്കോട്ട് തെറ്റിയാണ് കിടത്തേണ്ടത്. ഇതാണ് ബലപ്പെട്ട അഭിപ്രായം. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. തലയുടെ അടിയിൽ എന്തെങ്കിലും വെച്ചു കൊടുക്കണം. മയ്യത്തിനെ കടത്തുമ്പോൾ ആ കട്ടിലിന്റെ മുകളിൽ പായയോ മറ്റോ ഇട്ടു പോകരുത്. അതാ നഗ്നമായ കട്ടിലായിരിക്കണം. എന്തേ അത്? എന്നോടൊരാൾ ചോദിച്ചു. ഒരു ബഹുമാനിക്കപ്പെടുന്ന ഉസ്താദാണെങ്കിൽ, ഒരു ബഹുമാനിക്കപ്പെടുന്ന ആളാണെങ്കിൽ അയാൾക്ക് ഒരു പായിട്ട് കൊടുത്തൂടെ എന്ന് എന്നോട് ചോദിച്ചു. അത് ഇസ്ലാമിലില്ല. കാരണം ബഹുമാനമില്ലാത്തത് കൊണ്ടല്ല, പായ പോലുള്ള സാധനങ്ങൾ അതിന്റെ മുകളിലിട്ടാൽ ചൂട് കൂടും. ചൂട് കൂടിയാൽ ശരീരം പെട്ടെന്ന് ജീർണിച്ചു പോകും. അങ്ങനെ ജീർണിക്കാതിരിക്കാൻ മരത്തിന്റെ നേരെ കിടക്കട്ടെ. മരത്തിന്റെ മുകളിൽ കിടക്കുന്ന ശരീരം കൂടുതൽ ചൂടുണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ നഗ്നമായ കട്ടിലായിരിക്കണം കിടത്തേണ്ട കട്ടില്. ആ കട്ടിൽ കിബിലയിലേക്ക് തിരിച്ചിടണം. കാല് കിബിലയിലേക്കും തല അതാ കിഴക്ക് ഭാഗത്തുമായിരിക്കണം. എന്നല്ലാതെ വടക്ക് തെക്കായി കിടത്തിയിട്ട് മുഖം തിരിച്ചു വെക്കുന്ന ചില ആളുകളുണ്ട്. അത് പാടില്ല. ഇസ്ലാമിൽ അങ്ങനെ ഒരു അഭിപ്രായം പോലുമില്ല. മലർത്തി കിടത്തിയിട്ട് മുഖം കിബിലയിലേക്ക് തിരിച്ചു വെക്കുന്ന ചില ആളുകളുണ്ട്. പല സ്ഥലത്തും അത് കാണാറുണ്ട്. മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ കഫൻ ചെയ്താലൊക്കെ പിന്നെ ആ മുഖം ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞു കാണാം. ശരിക്കും അതാ മുഖം നിൽക്കാൻ പ്രയാസമാണ്. അങ്ങനെ കിടത്താൻ പാടില്ല. അങ്ങനെ ഇസ്ലാമിലൊരു അഭിപ്രായം പോലുമില്ല. മറിച്ച് കിടത്തേണ്ടത് കാല് കിബിലയിലേക്കും തല കിഴക്ക് ഭാഗത്തേക്കുമായി തലയുടെ അടിയിൽ എന്തെങ്കിലും വെച്ച് ഒരൊറ്റ പുട കൊണ്ടങ്ങ് മൂടിയിടുക. ഇതാണ് കിടത്തേണ്ട ശൈലി. അത് കഴിഞ്ഞിട്ട് പിന്നെ മയ്യത്തിനെ കുളിപ്പിക്കലും അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. മയ്യത്തിനെ ഖബറിലേക്ക് ഇറക്കുമ്പോൾ നാം ഈ വീട്ടിൽ കിടത്തിയ കോലം സുന്നത്താണ്. ഇനി സൗകര്യത്തിൽ എങ്ങനെ കിടത്തിയാലും തെറ്റുള്ളതല്ല. മയ്യത്തിനെ വീട്ടിൽ നിന്ന് മുറ്റത്തേക്ക് എടുത്തു വെച്ചാൽ കാലി എങ്ങോട്ടായി വടക്കോട്ടോ തെക്കോട്ടോ പട്ടമാക്കേണ്ടതില്ല. അതിന് പ്രത്യേകമായി ഇമാമിങ്ങൾ പറഞ്ഞിട്ടില്ല. അങ്ങോട്ടും വെക്കാം ഇങ്ങോട്ടും വെക്കാം. പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ വടക്ക് ഭാഗത്തേക്ക് തലയാക്കി വെക്കുന്ന സ്വഭാവമാണുള്ളത്.
അതൊന്നും പ്രശ്നമല്ല. അങ്ങനെ കൊണ്ടുപോയി മയ്യത്തിനെ ഖബറിലേക്ക് ഇറക്കുമ്പോൾ നിർബന്ധമായൊരു കാര്യമുണ്ട്. മയ്യത്തിന്റെ മുഖം കിബിലയിലേക്കായിരിക്കണം ഖബറിൽ വെച്ചതിന്റെ ശേഷം ആക്കിയാലും വേണ്ടിയില്ല. മുഖം കിബിലയിലേക്കാവണം, നെഞ്ച് കിബിലയിലേക്കാവണം, കാലുകൾ കിബിലയിലേക്കാവണം, കാലിന്റെ മുട്ടും അതുപോലെ തന്നെ കാലിന്റെ പാദങ്ങളൊക്കെ കിബിലയിലേക്കായിരിക്കണം. അധിക സ്ഥലത്തും കിടത്തുന്നത് കിബിലയിലേക്കല്ല, ഇങ്ങനെ അല്പം ആകാശത്തേക്ക് അല്പം കാണുന്ന രൂപത്തിൽ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞിങ്ങനെ കിടക്കുന്ന സ്വഭാവം ഖബറിൽ കാണാം. ചില സ്ഥലങ്ങളിൽ മലർത്തി അങ്ങ് കിടത്തുന്നു, എന്നിട്ട് മുഖം കിബിലയിലേക്ക് തിരിക്കുന്നു. ഇതൊന്നും ഇസ്ലാമിലുള്ളതല്ല. മയ്യത്തിനെ കിഴക്കേ ചുമരു ഭാഗത്തേക്ക് കൊണ്ടുവന്നാൽ അങ്ങോട്ട് ചാരി വെച്ചാൽ പിന്നെ പ്രയാസമുണ്ടാകൂല. ചില ആളുകൾ പടിഞ്ഞാറ് ചുമരിലേക്ക് ചാരാറുണ്ട്. അങ്ങനെ ചാരിക്കൊണ്ടു വെക്കുമ്പോൾ മയ്യത്തിന് കിടക്കേണ്ട രൂപം മാറിപ്പോവും. മയ്യത്ത് അല്പമൊന്ന് വളയണമെന്നാണ്. ആ വളച്ചില് സംഭവിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ഖബറിന്റെ സ്വഭാവം അനുസരിച്ച് കൂടുതൽ വീതിയില്ലാത്ത ഖബറായതുകൊണ്ട് ആ മയ്യത്തിന്റെ പിൻഭാഗം കിഴക്കേ ഭാഗത്തേക്ക് എത്തുന്നതാണ്. അങ്ങനെയാണ് പഴയ കാലത്ത് കിടത്തിയത്. അങ്ങനെ തന്നെ കിടത്തണം. അങ്ങനെ കിടത്തിയിട്ട് ആ മുഖവും ആ നെഞ്ചും ആ മുട്ടുംകാലും കാൽപാദങ്ങളും കിബിലയിലേക്ക് കിടത്തണം. അങ്ങനെയല്ലാതെ മറവ് ചെയ്താൽ അതാ മയ്യത്ത് ജീർണിക്കുന്നതിന് മുമ്പ് വിവരം കിട്ടിയാൽ തുറന്ന് രണ്ടാമതങ്ങനെ കിടത്തണമെന്നാണ് അയിമ്മത്ത് പറയുന്നത്. അത്രയും ഗൗരവമുള്ളതാണ് മയ്യത്തിനെ കിടത്തുന്ന വിഷയം. അത് വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ മയ്യത്ത് എങ്ങനെയാണ് കിടത്തുന്നത് നമ്മൾ നോക്കി നിൽക്കണം. എന്നിട്ട് നാം അത് ചെയ്യിപ്പിക്കണം. ഇത് ഓരോരുത്തരും ചെയ്യേണ്ട കാര്യമാണ്. ഇതൊക്കെ നാം മറന്നുപോയിരിക്കുന്നു. മയ്യത്തിന്റെ കൂടെ പോകുന്നത് കൂലിയുള്ളതാണ്. നടക്കാൻ പ്രയാസമുള്ള ആളുകൾ അവര് വണ്ടിയിൽ പോയാലും നമ്മൾക്ക് വണ്ടി ഉണ്ടെങ്കിലും നമ്മൾ നടന്നാണ് പോകേണ്ടത്. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് മയ്യത്തിന്റെ കൂടെ നിങ്ങൾ നടന്നു പോകണമെന്നാണ്. വിഷമിക്കുന്നവർക്ക് വണ്ടിക്ക് പോകാം. അങ്ങനെ പോയി മയ്യത്തിന്റെ കൂടെ പങ്കെടുത്ത് നിസ്കരിച്ചു ഖബറിന്റെ അരികിലും വന്ന് എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോരുകയാണെങ്കിൽ അവന് 2 ഖിറാത്ത് കൂലിയുണ്ടെന്ന് ഖാല റസൂലുള്ളാഹി. ഏതാണ് ഖിറാത്ത്? വൽ ഖിറാത്ത് മിസ്ലു ഉഹദ്. ഉഹദ് മലയോളം അതാ വലിയ കൂലിയാണ് ഒരു ഖിറാത്ത്. 2 വലിയ കൂലിയാണ് അവനുള്ളത്. ഇത് നമ്മൾ നഷ്ടപ്പെടുത്തരുത് സഹോദരന്മാരെ. മുഅ്മിനായ ഒരു മനുഷ്യൻ മരിച്ചാൽ ഈ 2 കാര്യത്തിനും കഴിവതും നമ്മൾ പങ്കെടുക്കണം. നമ്മൾക്ക് അതാ ടൈം വഴുകുന്നുണ്ട്, ശരി തന്നെ. എന്നാണ് വൈകാത്ത ദിവസം നമുക്കുള്ളത്. മരിച്ചു നമ്മളങ്ങ് കിടന്നാൽ പിന്നെ നമ്മുടെ ടൈം അതാ ഇഷ്ടം പോലെ നമുക്കുണ്ട്. അതുവരെ നമുക്ക് ടൈമില്ല. മയ്യത്തിന്റെ കൂടെ പോകാൻ ഒഴിവില്ല. അതാ നിസ്കാരത്തിൽ പങ്കെടുക്കാൻ ഒഴിവില്ല. അതാ ഖബറിന്റെ അരികിലേക്ക് പോകാൻ ഒഴിവില്ല. തിരക്ക് പിടിച്ച ജീവിതമാണ്. ഒരു ദിനം നമ്മളും അതാ മയ്യത്ത് കെട്ടിൽ വെക്കപ്പെടുന്നു. എല്ലാവരും ഒരു ദിനം കൊണ്ടുപോകപ്പെടും. അതാ ജുമാഅത്ത് പള്ളികളിൽ നിന്ന് ജുമാ കഴിഞ്ഞ ശേഷം മയ്യത്ത് നിസ്കാരമുണ്ടെന്ന് പറയുമ്പോൾ ഒരു ആവശ്യവുമില്ലാതെ ഇറങ്ങിപ്പോരുന്നവർ എന്റെ ആവശ്യം വീട്ടിൽ പോയെന്ന് റെസ്റ്റ് എടുക്കണം, ഇതാണ് ആവശ്യം എന്നല്ലാതെ പ്രത്യേക കാര്യങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ പുറത്തു ചെന്ന് സംസാരിക്കണം, ഇതാണ് കാര്യമല്ലാതെ പ്രത്യേക കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെ അതാ മയ്യത്തിന്റെ പേര് വായിച്ചിട്ട് ആ പേരിലൊരു മയ്യത്ത് നിസ്കരിക്കാനുള്ള മനസ്സ് വരാതെ എനിക്ക് മരിക്കണമെന്ന ബോധമില്ലാതെ ഇറങ്ങിപ്പോരുന്ന ചെറുപ്പക്കാരാ, നാളെ നിന്റെ മയ്യത്ത് അതാ പള്ളിയിൽ കൊണ്ടുവന്ന് വെക്കുമ്പോൾ അല്ലെങ്കിൽ നിന്റെ പേരതാ മറ്റൊരു ജുമാഅത്ത് പള്ളിയിൽ നിന്ന് വിളിച്ചു പറയുമ്പോൾ ഖാലിദ് മരിച്ചിരിക്കുന്നു എന്ന് വിളിച്ചു പറയുമ്പോൾ അതാ നീ ആരുടെയൊക്കെ മയ്യത്ത് കത്ത് വായിക്കുമ്പോ നീ തിരിഞ്ഞു പോന്നിട്ടുണ്ടോ അത് മുഴുവനും കണ്ട റബ്ബ് ഉണ്ട് കേട്ടോ. അതേ മനസ്സതാ അവിടെയുള്ള ആളുകളെ മനസ്സിലും അവരുടെ മനസ്സിൽ അല്ലാഹ് ഇട്ടുകൊടുക്കുന്നു. അവർക്കും ആ മയ്യത്തിൽ പങ്കെടുക്കാൻ തോന്നുന്നില്ല. വിതച്ചതേ കൊയ്യാൻ കഴിയൂ. നീ എത്ര മയ്യത്തിൽ പങ്കെടുത്തോ അത്രയും ആളുകൾ നിന്റെ പേര് നിസ്കരിക്കും കേട്ടോ. നീ എത്ര മയ്യത്തിന്റെ കത്ത് വായിച്ചപ്പോൾ കൂടിയിട്ടുണ്ടോ അത്രയും ആളുകൾ നിന്റെ കൂടെ കൂടും കേട്ടോ.
ചെയ്തോ, ആഖിറം മറക്കണ്ട ചെറുപ്പക്കാരാ. ഞാൻ ആരോഗ്യമുള്ളവനാണ്, എനിക്ക് പ്രയാസങ്ങളൊന്നുമില്ല, എനിക്ക് രോഗങ്ങളൊന്നുമില്ല, എന്റെ ഹാർട്ടിന് യാതൊരു കേടുമില്ല, എന്റെ ഒരു അംഗത്തിനും കേടില്ല എന്ന് പറഞ്ഞ് നടക്കണ്ട. ഏത് പത്രം എടുത്തു നോക്കിയാലും അതിന്റെ ഒരു കോളം ചരമകോളമാണ്. അതിലുള്ള ചെറുപ്പക്കാരെ മുഖങ്ങൾ വായിക്കൂ ചെറുപ്പക്കാരാ. അതിലുള്ള ചെറുപ്പക്കാരി പെൺകുട്ടികളുടെ മുഖങ്ങൾ നോക്കൂ ചെറുപ്പക്കാരി പെൺകുട്ടികളെ. അവർ അറ്റാക്കിനാൽ മരിച്ചതല്ല, അവർ ഷുഗർ പ്രഷർ കൊണ്ട് മരിച്ചതല്ല. അല്ലാഹുവിന്റെ അലംഘനീയമായ വിധിയെത്തി ആ ടൈമിൽ അസ്രായീൽ ഒരു വണ്ടിയിൽ കയറി വന്ന് അവരെ ദേഹത്ത് കയറിയതാണ്. ഡോക്ടർ യാതൊരു കേടുമില്ല നിന്റെ ഹാർട്ടിന് എന്ന് ശരീരം മൊത്തം ബോഡി ചെക്കപ്പ് എന്ന പേരിൽ ശരീരം മൊത്തം ചെക്കപ്പ് ചെയ്തിട്ട് അതാ ഒരു കേടുമില്ല എന്ന് എന്റെ ഒരു കൂട്ടുകാരനോട്, എന്റെ ഒരു പരിചയക്കാരനോട് ഡോക്ടർ പറയുന്നു. എല്ലാ അടുത്തടുത്ത് ചെക്കപ്പ് ചെയ്യുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. അദ്ദേഹം നല്ലപോലെ ചെക്കപ്പ് ചെയ്തു. സഹോദരന്മാരെ, ഞാനൊരാഴ്ച മുമ്പ് അദ്ദേഹത്തെ കണ്ടിരുന്നു. എന്റെ അരികിൽ അദ്ദേഹം വരാറുണ്ട്, അദ്ദേഹം സംസാരിക്കാറുണ്ട്. അദ്ദേഹം എന്നോട് പറയുന്നു, അതാ ഞാൻ ഇടക്കിടക്ക് ചെക്കപ്പ് നടത്താറുണ്ട്, എന്റെ ബോഡിക്ക് യാതൊരു കേടുമില്ല. അതാ ദിവസങ്ങൾ കഴിഞ്ഞു, ഒരാഴ്ചയോളം കഴിഞ്ഞു. അദ്ദേഹം അതാ തന്റെ പതിവ് പോലെ ചെക്കപ്പിന് പോയി. ചെക്കപ്പൊക്കെ കഴിഞ്ഞ് വന്ന് ഡോക്ടർ അതാ നല്ല റിസൾട്ടാണ്, ഒരു ശരീരത്തിനൊരു കേടുമില്ല, ഹാർട്ടിനൊക്കെ എത്രയോ കാലം ഇനി ജീവിക്കാനുള്ള പവറുണ്ട്. എല്ലാ റിപ്പോർട്ടുകളുമായി വീട്ടിൽ വന്നു. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞു, ഇശാ നിസ്കാരം കഴിഞ്ഞു. ബാത്റൂമിലേക്ക് പോയതാണ്. ബാത്റൂമിൽ നിന്നൊരു ശബ്ദം കേട്ടു. ഭാര്യ ഓടിച്ചെല്ലുമ്പോൾ സംസാരിക്കാൻ കഴിയാതെ ആ ചെറുപ്പക്കാരൻ വീണ് കിടക്കുന്നു. കണ്ണ് മിഴിച്ചു നോക്കുന്നുണ്ട്. അവൾ ശബ്ദിച്ചു, ആളുകൾ ഓടി വന്നു. അതാ അദ്ദേഹത്തെ എടുത്തു. അദ്ദേഹം കണ്ണ് ചുമ്പി. അദ്ദേഹത്തിന്റെ ജീവ് അതാ അസ്രായീൽ കൊണ്ടുപോയി. അന്നത്തെ റിസൾട്ട് എന്താണ്? ഹാർട്ടിനൊരു കേടുമില്ല. മരണ റിപ്പോർട്ട് സ്ഥിരീകരിച്ചത് എങ്ങനെയാണ്? ഹാർട്ട് പൊട്ടിയാണ് മരിക്കുന്നത്. സഹോദരാ, ഡോക്ടറുടെ റിപ്പോർട്ടല്ല റബ്ബിന്റെ അരികിലുള്ളത്. ഉമ്മമാരെ, സഹോദരിമാരെ, ഈ ലോകത്ത് നമുക്ക് പിരിയണം കേട്ടോ. എന്തെങ്കിലും കയ്യിലാക്കിക്കോ. മരിക്കുന്ന മുമ്പ് ആഖിറത്തിന് വേണ്ടി എന്തെങ്കിലും തയ്യാറ് ചെയ്തോ. ഞാൻ പറഞ്ഞത് ഖിബലയെ തൊട്ട് എത്രയോ ആളുകളെ തിരിക്കപ്പെട്ടതായി ഞാൻ കണ്ടു. ഇയാൾ പറയാം, ഞാൻ ഖബർ തുറന്നപ്പോ മസ്റൂഫീന അനിൽ ഖിബല, ഖിബലയിൽ നിന്ന് എത്രയോ ആളുകളെ തിരിക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് ഇതിന് കാരണം? ഞാൻ അന്വേഷിക്കുമായിരുന്നു ആ ഖബറാളിയുടെ കുടുംബത്തിൽ എന്നിട്ട്. ഞാൻ കഫൻ തുണി എടുത്ത വിവരം അവരോട് പറയില്ല. ഇയാളുടെ പണി എന്തായിരുന്നു എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. ഞാൻ അന്വേഷിച്ചെടുത്തോളം ഇങ്ങനെ ഖിബലയിലെ തൊട്ട് മുഖം തിരിക്കപ്പെട്ടതായ ആളുകൾ മുഴുവനും കാനൂ യശ്റബൂനൽ ഖംർ, എല്ലാവരും ലഹരി ഉപയോഗിക്കുന്നവരാണ്. ലഹരി ഉപയോഗിക്കുന്നവർക്ക് ഖിബലയിലേക്ക് കിടത്തപ്പെട്ടാലും മലക്കുകൾ വന്ന് തട്ടി മാറ്റുന്നതാണ്. ചെറുപ്പക്കാരെ, അല്ലാഹനെ പേടിച്ചോ. ഉപയോഗിച്ചത് ഏതായാലും ഉപയോഗിച്ചു, ഇനിയെങ്കിലും ഉപയോഗിക്കരുത്. തൗബ ചെയ്ത് മടങ്ങിക്കോ. തൗബ ചെയ്യാതെ മരിച്ചവനാണ് ഇങ്ങനെ മുഖം തിരിച്ചവരെന്ന് പറയുന്നു. ഒരു വ്യക്തി പറയുന്നു, ഞാനൊരു ഖബർ തുറന്നു. ആ ഖബറിലുള്ള വ്യക്തിയുടെ രൂപം എങ്ങനെയാണ്? ഒരു പന്നിയുടെ മുഖമായി അവനെ മറിക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് എനിക്ക് വേവലാതിയായി? അതിട്ട് ഓടാൻ നോക്കുമ്പോൾ ഖബറിൽ നിന്ന് വിളിച്ചു പറയുന്നു, എന്താണ് കാരണമെന്ന് നീ അന്വേഷിച്ചോ? ഞാൻ ചോദിച്ചു, ലിമാദാ, എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? ഉടനെ തന്നെ കേൾക്കുന്ന ശരീരി, അവിടുന്ന് കേൾക്കുന്ന ശബ്ദം, കാന യശ്റബുൽ ഖംർ വമാത മിൻ ഗൈരി തൗബ, ലഹരി ഉപയോഗിക്കുന്നവനായിരുന്നു അവൻ, തൗബ ചെയ്യാതെ മരിച്ചുപോയി. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, കുല്ലു മുസ്കിനിൻ ഖംർ, എല്ലാ ലഹരിയുള്ള സാധനവും കള്ളിന്റെ വിധിയാണ്.
ലഹരിയുള്ള സാധനങ്ങൾ മുഴുവനും ചെറുപ്പക്കാരന്റെ വായിൽ ഇന്ന് എല്ലാ ചെറുപ്പക്കാരും വായിൽ വെച്ച് നടക്കുന്ന സാധനമാണല്ലോ ആൻസ്. പാമ്പരാഗ്, ആൻസ്, ബ്രാൻഡ് ബിസ്ക്കറ്റ് പറയണ്ട, പിന്നെ കറുപ്പ്, ഇതൊക്കെ മുസീബത്താണ്. ബ്രൗൺ ഷുഗർ വിൽക്കുന്നത് ഹറാമാണ്, വാങ്ങുന്നത് ഹറാമാണ്, ഉപയോഗിക്കുന്നത് അതിലേറെ ഹറാമാണ്. ഒരു പേടി. ചെറുപ്പക്കാരെ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലഹരി സാധനങ്ങൾ മുഴുവനും കള്ളിന്റെ വിധിയാണ്. അവർക്ക് മുഴുവനും ഈ മുസീബത്തുണ്ട്. 3 കൂട്ടർക്ക് അല്ലാഹു സ്വർഗം ഹറാമാക്കിയിട്ടുണ്ട്. അവര് നരകത്തിൽ കടക്കേണ്ടി വരും. അതിലൊരു കൂട്ടര് ലഹരി ഉപയോഗിക്കുന്നവരാണ്. പിന്നെ മുത്തുനബി പറഞ്ഞു മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നു. പിന്നെ മുത്തുനബി പറഞ്ഞു ദയ്യൂസ്. ആരാ ദയ്യൂസ്? ദയ്യൂസ് എന്നാണ് ആരാ? ഈ ആളെ പറഞ്ഞേട്ട ഓരോരുത്തരും ഈ ദയ്യൂസിനെ അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാനിത് വിശദീകരിച്ചു കഴിഞ്ഞാൽ ദയ്യൂസ് ആരാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയി കണ്ണാടി നോക്കിയാൽ മതി. അയാളായിരിക്കും ദയ്യൂസ്. ഇതാരാണ് ദയ്യൂസ്? ഞാൻ വിശദീകരിച്ചാൽ മനസ്സിലാവും ഇതാരാണ്. പരി പോയ ഉടനെ കണ്ണാടി എടുത്തിട്ട് നോക്കിയാൽ ആ കാണുന്ന മഹാനാണ് ഈ ദയ്യൂസ്. ആരാ ദയ്യൂസ്? മുത്തുനബി വിശദീകരിക്കുന്നു, അല്ലദീ യുഖിറു ഫീ അഹ്ലിൽ ഖുബ്സ, കുടുംബത്തിൽ ഖുബ്സിനെ അംഗീകരിക്കുന്നവൻ. അയിമ്മത്ത് വിശദീകരിക്കുന്നു എന്താണ് ഖുബ്സ്? സിനാ, വ്യഭിചാരം, മഅഇൽമിഹി ബിഹി. ഇവൻ അറിയുന്നു ഭാര്യയെ അന്യപുരുഷന്മാര് കാണുന്നുണ്ട്, ഭാര്യയെ അന്യപുരുഷന്മാര് തൊടുന്നുണ്ട്, ഭാര്യയുമായി വീട്ടിൽ പലരും കൂടുന്നുണ്ട്, അവൻ അറിഞ്ഞിട്ടുണ്ട്. മകളോട് അന്യപുരുഷന്മാര് സംസാരിക്കുന്നുണ്ട്. അതാ ഫോൺ ചെയ്യുമ്പോ ക്ലാസ്മേറ്റാണ് വിളിച്ചത്. എന്ത് ക്ലാസ്മേറ്റ്, എന്ത് ബോയ് ഫ്രണ്ട്, എന്താണ് എന്ത് ഗേൾ ഫ്രണ്ട്? സഹോദരന്മാരെ, സഹോദരിമാരെ, എവിടേക്കാണ് നിങ്ങൾ മക്കളെ കൊണ്ടുപോകുന്നത്? ഇഷ്ടംപോലെ ഫോൺ ചെയ്യാം. സ്കൂൾ പോകുന്ന മക്കൾക്ക്, ബുലൂഗായ പെൺകുട്ടികൾ, പ്രായപൂർത്തിയായ പെൺകുട്ടികൾ വേണ്ട. കണ്ടാൽ ആശിക്കപ്പെടുന്ന പ്രായമായ പെൺകുട്ടിക്ക് പുറത്തു പോകാൻ മതത്തിന്റെ പേരിലല്ലാതെ സമ്മതമില്ല. ഇങ്ങനെയുള്ളൂ. ഏതെങ്കിലും കിതാബിൽ കാണിച്ചു വരുമോ? ഭൗതിക പഠനത്തിന് വേണ്ടി പെണ്ണിന് പുറത്തിറങ്ങാൻ ഏതെങ്കിലും കിതാബിലുണ്ടോ? കണ്ണഞ്ചിപ്പിക്കുന്ന ശൈലിയിൽ കാണാൻ ഭംഗിയുള്ള പെൺകുട്ടികൾ ഇനി പ്രായപൂർത്തിയായാൽ ഒരിക്കലും പറ്റൂല. ആ ഇച്ഛിക്കപ്പെടുന്ന രൂപത്തിലാണെങ്കിലും പറ്റൂല. അത് പ്രായപൂർത്തിയുടെ മുമ്പിലായിരുന്നാലും അത് പറ്റുകയില്ല. മതത്തിന് വേണ്ടി തന്നെ പോകാൻ പറ്റുമോ? ഫർള് ഐനായ കാര്യത്തിന് പോകാൻ തർക്കമില്ല. ഫർള് കിഫായിയായ കാര്യത്തിന് പോകാൻ പറ്റുമോ? തർക്കമുണ്ട്. ചിലര് പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്യപുരുഷനെ കാണാൻ പറ്റുമോ? മതത്തിന്റെ പഠനമാണെങ്കിൽ കാണാമെന്ന അഭിപ്രായം പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. ഭൗതിക പഠനത്തിന് ഒരു അന്യപുരുഷന്റെ ക്ലാസ്സിലിരുന്ന് അതാ ആ ഭൗതിക പഠനം കേൾക്കാൻ, അവന്റെ മുഖം നോക്കിക്കൊണ്ട് കേൾക്കാൻ അവകാശം പെൺകുട്ടികൾക്കില്ല. പഠിച്ചു വെച്ചോ, എന്നാ തൗബെങ്കിലും ചെയ്യാം. അതിന് പറ്റുള്ളൂ. എന്നാ തൗബെങ്കിലും ചെയ്യാറ് കുറ്റാണെന്നാണ് മനസ്സിലാക്കിച്ചാലേ തൗബെങ്കിലും ചെയ്യാം. അല്ലാതെ വേറൊരു ഫലം ഇതിനുണ്ടാകുമെന്ന് ഈ നിൽക്കുന്ന ഒരു മനുഷ്യനല്ലാതെ ഈ വിഷയത്തിൽ കിട്ടും എനിക്ക് തോന്നുന്നില്ല. ഇതാണ് ഇസ്ലാമിന്റെ നിയമം. പറയട്ടെ മറിച്ചൊരു ഫത്വ, മറിച്ചൊരു നിയമം, മറിച്ചൊരു കിതാബ് പറയട്ടെ ഇത് കൊണ്ട് നടക്കുന്ന ആളുകൾ. ബഹുമാനപ്പെട്ട കോടമ്പയ ബാവലിയിൽ കുട്ടികൾക്ക് ഭൗതികം പഠിപ്പിക്കുന്ന ശൈലിയൊക്കെ കാട്ടി തന്നു. സുബ്ഹാനല്ലാഹ്. കുട്ടികൾ മുഖത്ത് കർട്ടനിട്ട് വരുന്നു. എന്നിട്ട് പുരുഷന്മാരെ ഒരിക്കലും കാണാൻ സാധ്യതയില്ലാത്ത രൂപത്തിൽ അവര് സ്ഥലത്തിരിക്കുന്നു. എന്നിട്ട് ഒരു ഗിൽസ്, ആ ഗിൽസിന്റെ അപ്പുറത്തിലൂടെ വഴിയുള്ളൂ, ഇതിനുള്ളിൽ വരാൻ കഴിയില്ല. പഠിപ്പിക്കുന്ന ഉസ്താദിന്. എന്നിട്ട് അപ്പുറത്ത് വന്നിട്ട് 2-3 കർട്ടൻ അവിടെയും ഇവിടെയും ഇട്ടിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് ക്ലാസ് എടുത്തു കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കുന്നവരാരാ? ഓപ്പൺ ആയിട്ടല്ലേ നമ്മുടെ സ്കൂളിലൊക്കെ ഉള്ളത്. ആരാ ശ്രദ്ധിക്കുന്നവരുള്ളത്? ഒരു കാര്യമില്ല. അവനവന്റെ കുടുംബത്തിൽ, ഭാര്യയിൽ, മക്കളിൽ, കുടുംബത്തിൽ ഹറാമ് നടക്കുന്നുണ്ട്. ഇന്നവൻ ഇന്നവളുമായി സംസാരിക്കുന്നുണ്ട്. ഞാനിത് എന്നോടടുത്ത് വന്ന് പറഞ്ഞു ഒരാള്, ഇങ്ങനെ ഇന്ന ആളെ മകൾ, ആള് ചില്ലറക്കാരനൊന്നുമല്ല. ഇന്നാള് പറഞ്ഞ ചില്ലറക്കാരനൊന്നുമല്ല. അദ്ദേഹത്തിന്റെ മകൾ ഇങ്ങനെ ഇന്നെ കോഴിക്കോട് ബീച്ചിൽ ചെറുപ്പക്കാരെ കൂടെ കാണുന്നുണ്ട്.
ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഇത് ശ്രദ്ധിക്കണം കേട്ടോ, ഉപദേശിച്ചു. നിങ്ങളെ മകളെ പറ്റി ഇങ്ങനെ പറയുന്നു. ഞാൻ അന്വേഷിക്കും ഉസ്താദെ, ഞമ്മക്കത് നൗദുബില്ലാ അല്ലാഹ് കാത്ത് രക്ഷിക്കട്ടെ, അങ്ങനെ വല്ലതും കേട്ടോ അപ്പൊ തലറ്റു ഉറപ്പാ റബ്ബേ എന്റെ കുട്ടിനെ പറ്റി ആളെ കേൾക്കും. ഇങ്ങനെ വരും. ഇയാൾക്ക് അതൊന്നുമില്ല, ഞാൻ അന്വേഷിക്കാം. അവിടെയും മുമ്പിൽ ഇസ്തിരി ഇട്ടിട്ടാ പറഞ്ഞത്. ആയിക്കോട്ടെ, അന്വേഷിച്ചു. പിന്നെ ദിവസങ്ങൾ കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചു, നിങ്ങൾ അന്വേഷിച്ചോ? അന്വേഷിച്ചു. അത് ക്ലാസ് വെച്ചിട്ടുള്ള കൂടെ, അത് ക്ലാസ്സിലുള്ള കുട്ടികളെ കൂടെ ഉസ്താദേ. എന്താ ക്ലാസ്സിലൊന്നും നടക്കും. ക്ലാസ്സിൽ ഇങ്ങോട്ട് ഇറങ്ങിയ പിന്നെ ഒക്കെ പിന്നെ ഒരു തെറ്റ്. അത് ക്ലാസ്സിലെ അവരുടെ ഫ്രണ്ട്സിന്റെ കൂടെ അവിടെ കോഴിക്കോട് വന്നപ്പോ ഫ്രണ്ട്സിന്റെ കൂടെ കോഴിക്കോട് വന്നപ്പോ അവിടെ നടന്നു. ഞാൻ ഒരു അക്ഷരം മുണ്ടില്ല, കാരണം അവിടെ മിണ്ടിയാൽ ഞാൻ ആളും കൂടി വേറെ പോലത്തെ. അവനവന്റെ കുടുംബത്തിൽ അവനവന്റെ ഭാര്യയോട് സംസാരിക്കുന്നത്, അവളോട് അതാ കുശലം പറയുന്നത് ഒരു പേടിയുമില്ല. ആ പേടിയില്ലാതെ നടക്കുന്നവനെ പറ്റി ദയ്യൂസ് എന്ന് പറയുന്നത്. ഇനി ആരൊക്കെ ഒഴിവാവും? ആരഞ്ഞ് ദയ്യൂസ്? ഞാൻ പറഞ്ഞ കണ്ണാടിയിലൊക്കെ കാണുന്ന ആളെന്നല്ലേ ദയ്യൂസ് അല്ലേ? ആരും അല്ലാന്ന് പറയണ്ട. ഒക്കെ തൊപ്പിയും തലീകൊട്ടൊക്കെ ഉണ്ടെങ്കിലും വീട്ടിന്റെ അവസ്ഥ അതാണ്. ഇളച്ചിയോട് എന്തും പറയാ, മൂത്തച്ചിനോട് എന്തും പറയാ. അങ്ങനല്ലേ എല്ലാവർക്കും ഉള്ളത്. അള്ളാന്റെ റസൂലിനോട് ചോദിച്ചു, അഫറഅയ്തൽ ഹമാ, ഇളച്ചനും മൂത്തച്ഛനൊക്കെ എന്താ കാണാൻ പറ്റും? അത് മരണത്തോട് തുല്യമാണ്. മൂത്തച്ഛനും ഇളച്ചിനൊക്കെ ഒരു ബന്ധവും പാടില്ല. കാരണം അത് വീട്ടിന്റെ ഉള്ളിലായതുകൊണ്ട് മുസീബത്ത് കൂടുതലാണെന്ന് ഖാല റസൂലുള്ളാഹി. ആർക്കാ പേടി? ആരാ ശ്രദ്ധിക്കുക? ഒരു പരിധിവരെങ്കിലും ശ്രദ്ധിക്കുന്ന സഹോദരന്മാരെ, കല്യാണക്കായ ഒരു നിയമവും ഇല്ലല്ലോ. അടുക്കളയിൽ ഇഷ്ടം പോലെ ചെറുപ്പക്കാർ കയറി വരുന്നു. കാരണം അയൽവക്കത്തുള്ളവളെ കല്യാണമാണ്. അടുക്കളയിൽ നിന്ന് സാധനം എടുത്തുകൊണ്ട് വരുന്നത് ഇവനാണ്. അടുക്കളയിലുള്ള ഉമ്മയെ പ്രശ്നമല്ല, പെങ്ങള് പ്രശ്നമല്ല, തന്റെ ഫ്രണ്ട്സ് അങ്ങ് കയറിയിട്ട് അടുക്കള അവരാണ് ഉപയോഗിക്കുന്നത്. സ്നേഹമത്രേ, സ്നേഹമുള്ള ജീവിതമത്രേ. എന്തോ ഒരു നല്ല ഉമ്മയാണ്. ഞങ്ങൾ അടുക്കളയിൽ കാണിക്കുന്നുണ്ട്, ആ ഉമ്മാന്റെ കൂടെ കഞ്ഞുണ്ടാക്കും, ചായ ഉണ്ടാക്കും. ചില അയൽവാസികളുടെ സംസാരമാണ്. പാടില്ല. അങ്ങനെ ഒരു സ്നേഹം ഇസ്ലാമിലില്ല. അടുക്കളയിൽ നിന്റെ ഭാര്യയാകാം, നിന്റെ ഭാര്യയാകാം, നിന്റെ പെൺകുട്ടികൾക്കാകാം, നിന്റെ ആൺകുട്ടികളിൽ അതാ അന്യ പെൺകുട്ടികൾ അടുക്കളയിൽ ഇല്ലെങ്കിൽ നിന്റെ ആൺകുട്ടികൾക്കുമാകാം. അന്യവൻ അവിടെ കയറി വരാൻ പാടില്ല. അത് ഏത് സംഘടനയുടെ പ്രവർത്തകനായിരുന്നാലും, അത് ഏത് ഉസ്താദായിരുന്നാലും അതാ അവിടെ കയറി വരാൻ പാടില്ല. കല്യാണ ദിവസത്തിൽ ക്യാമറമാൻ എവിടെയൊക്കെയാണ് നടക്കുന്നത്? അതാ സ്ത്രീകളുടെ ചിത്രമെടുക്കുന്നു, അടുക്കളയിൽ പോകുന്നു, ആ ചിത്രമെടുക്കുന്നു, ബെഡ്റൂമിൽ പോയി ചിത്രമെടുക്കുന്നു, സ്ത്രീകൾ ഇരിക്കുന്ന റൂമുകളിലൊക്കെ കയറി ക്യാമറയിൽ ഈ ചിത്രം പകർത്തുന്നത് കണ്ടിട്ട് അതിന് യാതൊരു തെറ്റും കാണുന്നവരില്ലല്ലോ. വീട്ടിൽ അതിന് സൗകര്യമാക്കിയിട്ടല്ലേ ഗൾഫിലുള്ള മകൻ ഈ ചിത്രമൊന്ന് കാണണം. ഇതാണ് ഖബറിൽ പോകാൻ പേടിയില്ലാത്തവന്റെ വാക്ക്. ഖബറിൽ പോകാൻ പേടിയില്ലാത്ത വാപ്പ പറയുന്ന വാക്ക്, ഉമ്മ പറയുന്ന വാക്ക്. ഗൾഫിലുള്ള മോനാണ് മകളുടെ കല്യാണത്തിന് എല്ലാ സമ്പത്തും ചെലവഴിച്ചത്. അവൾ പുതുനാരിയായി ഇറങ്ങുന്നതൊന്ന് കാണണം. അത് കാണാൻ വേണ്ടി ക്യാമറയിൽ പകർത്തുന്നത് അന്യപുരുഷനാണ്. അടുക്കളയിൽ കയറി വന്നത് അന്യപുരുഷനാണ്. അതാ മരുമകളെയും അതാ വീട്ടിലുള്ള പെൺകുട്ടികളുടെ മുഴുവനും ചിത്രവും, കല്യാണത്തിന് വന്ന സ്ത്രീകളുടെ മുഴുവനും ചിത്രവും പകർത്തിയത് അന്യപുരുഷനാണ്. ഇങ്ങനെയല്ലാതെ ഇത് നടക്കുമോ? സഹോദരന്മാരെ, ഏത് വീട്ടിലാണ് കല്യാണത്തിന് ഈ സൗകര്യമില്ലാത്തത്? ഈ മുസീബത്ത് ആകപ്പാടെ പരന്നുപോയി. ഈ എന്റെ ശബ്ദം കേൾക്കുന്ന 80% ആളുകളും ഹദീസിൽ മുത്തുനബി തങ്ങൾ നരകം സ്വർഗം ഹറാമെന്ന് പറഞ്ഞതായ കൂട്ടത്തിൽ ദയ്യൂസ് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ പെട്ടില്ലേ? ഈ രൂപത്തിലല്ലാതെ കല്യാണം നടത്തിയവര് ഈ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ടോ? 80%ഇല്ല. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകൻ എന്ന പേരുണ്ട്. അവന്റെ വീട്ടിലെ കല്യാണം സ്ത്രീകളെ മുഴുവനും പകർത്തിയതല്ലേ? സ്ത്രീകൾ അതാ പുതുനാരി വരുന്ന ടൈമിൽ തലയിൽ മുണ്ടില്ലാത്ത സ്ത്രീകളാണ്. കാല് മറക്കാത്ത സ്ത്രീകളെ ഉള്ളൂ. കാലിൽ ഷോക്സ് ധരിക്കുന്ന സ്ത്രീകൾ കുറവാണ്. കയ്യും മുഖവും അതാ ഒരു ചെറിയ അഭിപ്രായം ഷാഫി മദ്ഹബിലോ ഹനഫി ഹംബലി മാലികി മദ്ഹബിലോ ഇല്ല. പക്ഷേ സഹാബത്തിന്റെ കാലത്തുള്ള ഒരു സ്വഹാബിയുടെ അഭിപ്രായമുണ്ട്. മുഖവും
മുൻകൈയും അതാ മറക്കൽ നിർബന്ധമില്ല എന്ന അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം എടുത്തോ, ഞാൻ എതിര് പറയുന്നില്ല. ആ ഒരു 2 സ്ഥലമല്ലാതെ കഴുത്ത് കാണിക്കാൻ അവകാശമില്ല, അഭിപ്രായമില്ല. കാല് പുറത്ത് കാണാൻ അവകാശമില്ല. ഒരു അവകാശവും ഇല്ലാതെ ഈ രൂപത്തിലല്ലേ പുതുനാരി വരുന്നത്. അവളുടെ കൂടെ വരുന്ന സ്ത്രീകളും അതല്ലേ, ആ ചിത്രമല്ലേ പകർത്തിയിട്ടുള്ളത്. ഇത് നിന്റെ മകന് ഗൾഫിലേക്ക് അയച്ചു കൊടുത്തിട്ട് അവന്റെ റൂമിൽ അവനിരുന്ന് അവന്റെ കൂട്ടുകാരോടുകൂടി കാണുന്ന ഘട്ടത്തിൽ വീണ്ടും വീണ്ടും ആ ഹറാം ആവർത്തിച്ചു വരികയല്ലേ. അങ്ങനത്തെ CD വീട്ടിലുണ്ടെങ്കിൽ അത് കരിച്ചു കളയൂ. ദയ്യൂസിന്റെ കൂട്ടത്തിൽ റബ്ബിന്റെ പേരെഴുതിയിരിക്കുന്നു. അല്ലദീ യുഖിറു അഹ്ലഹു കുടുംബത്തിൽ വേണ്ടാത്തത് കണ്ടിട്ട് അതിനെ അതൊരു ഗുണവുമില്ലാതെ തള്ളിക്കളയുന്നവൻ, അതിനെ ചെറിയതായി കാണുന്ന വീട്ടുകാരെ, ഉപ്പമാരെ, കാലം എന്ത് പുരോഗമിച്ചാലും ആ പുരോഗമനത്തിന്റെ കൂലം കുത്തിയൊഴിക്കൽ ഇത്രയും കൂത്തുകൾ ചെയ്തു കൂട്ടി സ്വർഗത്തിൽ കടക്കാമെന്ന് വ്യാമോഹിക്കണ്ട. തൗബ ചെയ്യൂ, ചെയ്തത് പൊറുത്തു തരാൻ റബ്ബിനോട് പറയൂ. എന്നിട്ട് കുടുംബത്തെ ഒന്ന് നന്നാക്കിയെടുക്കൂ. കല്യാണം പകർത്താത്തൊരു കല്യാണവുമില്ല. ഒരു കല്യാണം പുരുഷന്മാരെ പകർത്തുന്നതല്ല ഞാൻ പറയുന്നത്, അത് തർക്കമുള്ള വിഷയം. പുരുഷന്മാരെ തന്നെ സ്ത്രീകളെ പകർത്തും. ക്യാമറമാന് കാര്യമൊന്നുമില്ല. എന്നാലും അവർക്ക് അടുക്കള വല്ലാത്ത താല്പര്യം. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. കടന്ന കുറച്ച് കയറി പറഞ്ഞു. കുടുംബത്തിന്റെ തുടക്കം, ഒരു മകന് ഒരു മകൾക്ക് തുടക്കം കുറിക്കുന്ന ദിവസം, നാളത്തെ ഈ സമൂഹത്തിന് നേതൃത്വം കൊടുക്കേണ്ട, എനിക്കൊരു തുള്ളി വെള്ളം തരേണ്ട, എനിക്ക് ഷഹാദത്ത് ചൊല്ലി തരേണ്ട മകൻ മകൾ, എനിക്ക് ആഖിറത്തിലേക്ക് ഉപകരിക്കേണ്ട മകൻ മകൾ ജനിക്കാനുള്ള തുടക്കമായ നിക്കാഹ്, ആ നിക്കാഹിന്റെ തുടക്കമായ ആദ്യരാത്രിയുടെ തുടക്കമായ കല്യാണ രാത്രിയിൽ ആ വീട്ടിൽ അരങ്ങേറുന്നത് വൻകുറ്റങ്ങളാണ്. ഈ പരമ്പര ആഖിറം വരെ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുമ്പോൾ അവരിൽ തഖ്വ ഉണ്ടാവുകയില്ല. അതിന് മുഴുവനും കാരണക്കാരൻ ഈ ഭർത്താവും ഭാര്യയും അതിന് സൈഡ് നിന്ന കുടുംബവുമാണ്. സഹോദരന്മാരെ, ദയ്യൂസ് എന്നതിന്റെ അർത്ഥം ഇതാണ്. ചില പണ്ഡിതന്മാര് പറയുന്നു, ആരാണ് ദയ്യൂസ്? അല്ലദീ ലാ യംനഉ അൻ-നാസ അൻ ദുഖൂലി അലാ സൗജതിഹി. ഭാര്യന്റെ അരികിലേക്ക് ആരെങ്കിലും വരുമ്പോൾ അതിനെ തടയാനൊരിവില്ലാത്തവർ, അതിനെതിര് പറയാത്തവനാണ് ദയ്യൂസ്. അവനവന്റെ ഭാര്യയെ അന്യപുരുഷന്മാര് കാണുന്നത് തടയാൻ നമുക്ക് പറ്റുന്നില്ല. അതൊക്കെ ഒരു നിർബന്ധ സാഹചര്യങ്ങളെ പോലെയാണെന്ന് വായിക്കുന്നത്. ഇങ്ങനെ പോയാൽ അവന് സ്വർഗമില്ല. ഉമ്മമാരെ, നിങ്ങളുടെ ജീവിതം വളരെ അവതാളത്തിലെത്തിയിരിക്കുന്നു. സ്ത്രീകൾക്കൊരു പേടിയുമില്ല. സ്ത്രീകളുടെ യാത്രയ്ക്ക് ഒരു ലക്കും ലകാലുമില്ല. ഏത് വണ്ടിയിലും യാത്ര ചെയ്യാം, ആരെ കൂടെയും യാത്ര ചെയ്യാം. ഈ രൂപത്തിലേക്ക് എത്തിയിരിക്കുന്നു. അല്ലാഹുവിന്റെ ദീനിൽ ഒരു പെണ്ണ് വീട് വിട്ട് യാത്രക്ക് പോകണമെങ്കിൽ അവളെ കൂടെ ഭർത്താവ് വേണം, അല്ലെങ്കിൽ തൊട്ടാൽ ഒന്നും മുറിയാത്ത ഒരാൾ വേണം. ഈ രണ്ടാളില്ലാതെ യാത്ര ചെയ്യാൻ പാടില്ല. ഇങ്ങനെയാണോ നിങ്ങൾ യാത്ര ചെയ്യുന്നത്? ഇനി ഒരു അഭിപ്രായ പ്രകാരം എടുത്താൽ വിശ്വാസയോഗ്യതയുള്ളതായ ഒരു പെണ്ണും കൂടെ ഉണ്ടെങ്കിൽ പോകാമെന്ന് ബലഹീനമായ അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം അനുസരിച്ച് മറ്റൊരു പെണ്ണിന്റെ കൂടെ യാത്ര ചെയ്യാം. എന്നാൽ അങ്ങനെയല്ല ഉമ്മമാരെ. നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾ ഭർത്താവിന്റെ വീട്ടിലേക്ക് വരുന്നത്, അതാ അയൽവക്കത്തുള്ള ഓട്ടോറിക്ഷക്കാരനെ വിളിച്ചിട്ട്, അതാ ബക്കറെ ഒന്ന് വരണം, എനിക്ക് നിന്റെ വീട്ടിൽ പോകണം. ബക്കർ ഓട്ടോറിക്ഷയുമായി വരുന്നു. ഇവൾ അതിലേക്ക് കയറുന്നു, ഇവളെ കുഞ്ഞുങ്ങളെയും കയറ്റുന്നു. അതാ അവൻ ആ ഓട്ടോറിക്ഷയുമായി അവളുടെ വീട്ടിലേക്ക് വിടുകയാണ്. കടുത്ത ഹറാമിന്റെ യാത്രയാണ്. ആ ഓട്ടോറിക്ഷക്കാരന് ആ പേരിൽ കിട്ടുന്ന പൈസ ഹറാമാണ്. ആ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്ത പെണ്ണിന്റെ യാത്രയും ഹറാമാണ്. ആ പെണ്ണ് തനിച്ചുകൊണ്ട്, ചെറിയ മക്കൾ, അതാ ഇവര് വല്ലതും സംസാരിച്ചെങ്കിൽ, ഇവര് വല്ലതും പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ പ്രായമാകാത്ത കുട്ടികളാണെങ്കിൽ അവര് ഒപ്പം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. ഇനി ഒരക്ഷരവും പറഞ്ഞില്ല. വല്ലാത്ത തഖ്വയുള്ള ആളാണ് ഡ്രൈവർ.
ഡ്രൈവർ, നല്ലൊരു സംഘടനാ പ്രവർത്തകനാണ് ഡ്രൈവർ. അതാ വണ്ടിയിലുള്ളതൊരു ബീതാത്തയാണ്, നല്ലൊരു പെണ്ണാണ്, മുഖത്ത് കത്തനൊക്കെ ഇട്ടിട്ടുണ്ട്, ഒന്നുമില്ല. എന്നാലും അയിമ്മത്ത് പറയുന്നു ആ യാത്ര ഹറാമാണ്, ഒരക്ഷരം മിണ്ടിയില്ലെങ്കിലും ഹറാമാണ്. ഒരു സ്ഥലത്ത് നമ്മളെത്തി, പാതിരായിൽ രാത്രിയിൽ ഒരു സ്ഥലത്ത് നമ്മളെത്തി, അതാ അവിടെ അതൊരു പെണ്ണ് നിൽക്കുന്നു. ആ പെണ്ണ് നമ്മുടെ ബന്ധത്തിലുള്ള അല്ലെങ്കിൽ അയൽവക്കത്തുള്ള ഒരു പെണ്ണാണ്. എങ്ങനെയോ അവിടെ എത്തിപ്പെട്ടതാണ്. അവള് പറയുന്നു, ഞാനിവിടെ എത്തിപ്പെട്ടു ഇന്നാലിന്ന കാരണത്താൽ. അവളെ എടുക്കാതെ പോന്നാൽ അവൾക്ക് എന്തെങ്കിലും അപകടം പറ്റിപ്പോകും. അതാ ഞാനാണെങ്കിൽ എന്റെ വണ്ടിയിൽ ഡ്രൈവറായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ എങ്കിൽ അതാ അവൾക്ക് അപകടം പറ്റുമെന്നുണ്ടെങ്കിൽ അവളെ കയറ്റി വരാം, അതിന് ഇസ്ലാമിൽ തെറ്റില്ല. എന്നല്ലാതെ മറ്റ് സാഹചര്യങ്ങളിൽ അതാ തനിച്ച് ഒരു പെണ്ണുമായി യാത്ര ചെയ്യാൻ പാടില്ല, ഒരു വീട്ടിൽ നിൽക്കാൻ പാടില്ല. അതാ ഭർത്താവ് ഗൾഫിലാണ്, എത്രയോ വീടുകളിലുണ്ട്. അതാ ഒരു വീടെടുത്തിട്ടുണ്ട് ചേട്ടൻ, അനുജൻ അമ്മാവൻ ഒരു വീടെടുത്തിട്ടുണ്ട്. ആ വീട്ടിൽ അമ്മാവന്റെ ഭാര്യയായ അമ്മായിയുണ്ട്, ആ വീട്ടിൽ ചേട്ടന്റെ ഭാര്യയായ മുത്തച്ചിയുണ്ട്, അനുജന്റെ ഭാര്യയായ ഇളച്ചിയുണ്ട്. ആ വീട്ടിൽ വേറെ ആരുമില്ല, ചെറിയ മക്കളാണ്. രാത്രിയാകുമ്പോ ആ ഉമ്മക്ക് പേടിയാണ്, ആ ഇത്താത്താക്ക് പേടിയാണ്, അമ്മായിക്ക് പേടിയാണ്. ആ പേടി തീർക്കാൻ ആ വീട്ടിൽ കാവലെന്നോണം അതാ ഈ അനുജൻ പോയി നിൽക്കുന്നു, ചേട്ടൻ പോയി നിൽക്കുന്നു, ഈ അമ്മാവന്റെ മകൻ പോയി നിൽക്കുന്നു. ആ നൃത്തം ഹറാമാണ്. ഇമാമിങ്ങൾ ആരും ഇത് അനുവദിച്ചിട്ടില്ല. ഒരു റൂമിലല്ല നിൽക്കുന്നത് എന്ന് പറഞ്ഞതുകൊണ്ടായില്ല, വീട്ടിലെ ഒരു റൂമിൽ പോലും നിൽക്കാൻ പാടില്ല. അന്യപെണ്ണ് ആ അടിയിലെ റൂമിലാണ്, ഇവൻ മുകളിലെ റൂമിലാണ്, ആ വീട്ടിൽ നിൽക്കാൻ പാടില്ല. ഇതൊന്നും പറയാത്ത ഫിഖ്ഹിന്റെ കിതാബുകളില്ല. സദാ സന്തോഷത്തോടുകൂടെ അവനവന്റെ പ്രായപൂർത്തിയായ ആൺകുട്ടികളെ ഇങ്ങനെ സൗകര്യത്തിന് വിട്ടുകിടക്കുന്ന എത്ര ഉപ്പമാരാണ്. എന്റെ അനുജന്റെ വീട്ടിലൊന്ന് പോയി നിൽക്കണം, അവിടെ എളാമ മാത്രമേ ഉള്ളൂ, അഥവാ തന്റെ അനുജന്റെ ഭാര്യ ഈ മകനിക്ക് എളാമയാണ്, കാണാനും തൊടാനും പാടില്ലാത്ത പെണ്ണാണ്. ആ വീട്ടിലെ ആളില്ലാത്തതുകൊണ്ട് സ്വന്തം മക്കളെ രാത്രിയിൽ പേടിക്ക് പറഞ്ഞയക്കുന്ന ഉപ്പമാരെ, പ്രായപൂർത്തിയായ മക്കളാണെങ്കിൽ ഈ നൃത്തം ഹറാമാണ്. ആ വീട്ടിൽ അവരൊന്നും കുരുത്തക്കേട് ചെയ്തത് കൊണ്ടല്ല, പക്ഷേ ഇസ്ലാം ഈ ലോകത്തെ പടച്ച റബ്ബ്, ആണിനും പെണ്ണിനും പടച്ച റബ്ബ്, അവരൊക്കെ എന്തൊക്കെ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്ന് നമ്മേക്കാൾ എല്ലാ കാര്യങ്ങളും അറിയുന്ന നമ്മളൊക്കെ റബ്ബല്ലേ നമ്മെ പഠിച്ചത്. ആ കമ്പനിയല്ലേ ഈ സാധനത്തിന്റെ, ഈ മൈക്കിന്റെ കമ്പനിയാണ്. ഈ മൈക്ക് എങ്ങനെ ഉപയോഗിക്കണമെന്ന് പറയേണ്ടത് ഇതിന്റെ കമ്പനിയാണ്. അതാണ് ഇതിന്റെ ലമാന് പറയേണ്ടത്. അവര് ലമാനും അല്ല തരുന്നില്ല, ഒരു ഗ്യാരണ്ടിയും അല്ല തരുന്നില്ല. ആ വീട്ടിലേക്ക് പോകരുതെന്ന് കമ്പനി പറയുന്നു. കമ്പനിക്കറിയാം ഇവളാര് അവനാരെന്ന് കമ്പനിക്കറിയാം. അറിഞ്ഞ അനുഭവങ്ങൾ ആയിരങ്ങളല്ലേ നമ്മളെ മുമ്പിലുള്ളത്, അറിയാതെ കിടക്കുന്ന അനുഭവങ്ങൾ അതിലേറെയല്ലേ. സൂക്ഷിച്ചോ, അല്ലാഹുവിന്റെ മുമ്പിലേക്ക് പോകാനുള്ളവരാണ്. അവനവന്റെ മക്കളെ എവിടേക്കെങ്കിലും അന്തിയുറങ്ങാൻ വിടരുത്. അവനവന്റെ മക്കൾ മഗ്‌രിബാവുമ്പോ വീട്ടിലേക്ക് എത്തുന്നുണ്ടോ, അവൻ എന്തിനാണ് പോയത്, ഇത് സൂക്ഷിക്കണം. ചെറുപ്പക്കാരെ ചിന്തിക്കണം. ശബാബക ഖബല ഹറമിക, നിന്റെ യുവത്വത്തെ നീ മറക്കണ്ട. ഒരു പല ഭാഗങ്ങളിലുമുള്ള ഒരു കാര്യമാണ്. അങ്ങാടിയിൽ നിന്ന് വരുന്നു, തിരൂരിൽ നിന്ന് വരുന്നു, കോഴിക്കോട് നിന്ന് വരികയാണ്. അപ്പോൾ എന്റെ മോട്ടോർ സൈക്കിളിൽ ഞാനുണ്ട്. മോട്ടോർ സൈക്കിളിന്റെ പിന്നിലെ സീറ്റ് കാലിയാണ്, അല്ലെങ്കിൽ ഒരാൾക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. ഞാനിങ്ങനെ വരുമ്പോ എന്റെ അയൽവക്കത്തുള്ളതായ ഖദീജ താത്ത, നല്ലൊരു പെണ്ണാണ്, വല്ലാതെ തഖ്വയുള്ള പെണ്ണാണ്. ഖദീജ താത്ത കന്തൂറല്ല, ഖദീജ താത്ത നല്ല പർദ്ദട്ട പെണ്ണാണ്. പർദ്ദന്റെ കാര്യം പറയണ്ട, സുബ്ഹാനല്ലാഹ്. പർദ്ദ എന്ന് പറയുമ്പോ ഭയങ്കരല്ലേ. ശരീരത്തിന്റെ തടി കാണിക്കുന്ന രൂപത്തിലുള്ള പർദ്ദകൾ ഉമ്മമാരെ ഉപയോഗിക്കരുത്, അള്ളാഹ് പൊരുത്തപ്പെടില്ല. പുരുഷന്മാരും അങ്ങനെ തന്നെ. ശരീരത്തെ ഇടുക്കുന്നതായ വസ്ത്രങ്ങൾ കറാഹത്താണ്. സ്ത്രീകൾക്ക് പ്രത്യേകം ശരീരം ഇടുക്കിയ വസ്ത്രം പെണ്ണുങ്ങളൊക്കെ വാങ്ങണം.
ഇനി കുറച്ച് ലൂസായത് കൊണ്ടെന്നാൽ തന്നെ തുന്നി ഇടുക്കുകയാണല്ലോ പെണ്ണുങ്ങൾ. എന്ത് പെണ്ണുങ്ങളായിരിക്കും തമ്പുരാനായിട്ട്? അള്ളാഹുവിന് പൊരുത്തല്ലത്. എന്റെ ശബ്ദം കേൾക്കുന്ന ചെറുപ്പക്കാരെ, ഉപ്പമാരെ, സഹോദരന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ അങ്ങനെ വല്ലതും ആവശ്യപ്പെട്ടാൽ നിങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കുക. നമ്മളെങ്കിലും നമ്മളെ കാലത്ത് ലൂസായ ഡ്രസ്സാണ് സ്ത്രീകൾ ധരിക്കേണ്ടത്. നിങ്ങളെ ബെഡ്റൂമിൽ നിന്ന് നിങ്ങളെ മുമ്പിൽ നിന്ന് ഡ്രസ്സ് തന്നെ ധരിച്ചോളും. പിന്നെന്തുവാ അത്? ഏത് ടൈറ്റോ എന്തോ, ടൈറ്റോ ഫിറ്റോ, ടൈറ്റ് രണ്ടും കൂടി ടൈറ്റ് ഫിറ്റോ എന്തോ, അത് പ്രശ്നമില്ല. പക്ഷേ അന്യ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങുമ്പോൾ ഈ ടൈറ്റുള്ള ഡ്രസ്സ് ഭാര്യമാര് കൊണ്ടുവന്ന് കൊടുക്കരുത്. അതൊരിക്കലും തന്നെ ഒരൊറ്റ പീസ് നമ്മൾ കൊണ്ടുവന്ന് കൊടുക്കരുത്. റബ്ബ് നമ്മളെ വെറുതെ വിടില്ല. അത് അകത്തുനിന്ന് ഉപയോഗിക്കാനാണെന്നൊക്കെ പറയും. കുറെ അകത്തുനിന്ന് അത് ഉപയോഗിക്കൂല. സ്ത്രീകളല്ലേ, സഹോദരന്മാരെ നമ്മൾ സൂക്ഷിക്കണം. നമ്മളെങ്കിലും സൂക്ഷിക്കാം. ആ പേരിലോട് തെറ്റ് എന്തോ ആവോ ചെയ്തോട്ടെ. ഇപ്പത്തെ പെൺകുട്ടികൾക്ക് മുഴുവനും ടൈറ്റുള്ള പർദ്ദമാണ്. ശരീരത്തിന്റെ വണ്ണം കാണിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ ഇതിനെ വല്ലാതെ ഗൗരവമായി പറഞ്ഞിട്ടുണ്ട്. നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മായിലാത്തുൻ റൂസുഹുന്ന കാസിനിമത്തിൽ മുഖ്തിൽ മായില ലാ യദ്ഖുൽനൽ ജന്നത വലാ യജ്ന റീഹഹാ ഫഇന്ന റീഹഹാ തജിദുഹു മിൻ മസീറതി കദാ വകദാ. മായിലാത്തുൻ ചാഞ്ഞു തിരിഞ്ഞു നടക്കുന്ന സ്ത്രീകൾ, മുമീലാത്തുൻ ആളുകളെ അവളിലേക്ക് ചെരിപ്പിക്കുന്ന സ്ത്രീകൾ, ശരീരത്തിന്റെ തടിയുള്ള ഭാഗം കാണിച്ചിട്ട് അതൊക്കെ ഒന്ന് കുലുക്കിയിട്ട് ഇങ്ങനെ നടക്കുന്ന റസൂൽ പറയുന്നു. കാസിനിമത്തിൽ മുഖ്തിൽ മായില, ചാഞ്ഞും ചെരിഞ്ഞുള്ളതായ അതാ ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ അങ്ങും ഇങ്ങും ചെരിയുന്ന പെണ്ണ്. അല്ലാഹുവിന്റെ റസൂൽ ഇതിന് പറഞ്ഞത് എന്താണെന്നോ? ലാ യദ്ഖുൽനൽ ജന്ന, അങ്ങനെയുള്ള പെണ്ണ് സ്വർഗ്ഗത്തിലില്ല. അവൾക്ക് സ്വർഗ്ഗത്തിൽ കടക്കാൻ സാധ്യമല്ല. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നിങ്ങളുടെ ശരീരം നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങളുടെ ഇടുന്ന ഡ്രസ്സുകൾ നിങ്ങൾ സൂക്ഷിക്കണം. അതാ ആ ബൈക്കിന്റെ പിന്നിൽ ഖദീജ താത്തനെ കാണുന്ന കോഴിക്കോടുന്ന് അയൽവാസിയായ ഖദീജ താത്ത. അതാ നല്ല വണ്ടിയൊക്കെ വരാൻ പറ്റിയ വണ്ടികളൊക്കെ ഉണ്ട്. മറ്റ് ആളുകൾ കൂടുതലുള്ള ബസ്സും അതുപോലെ അതിലൊക്കെ വരാൻ പറ്റുന്ന ഖദീജ താത്ത ഒറ്റക്ക് അങ്ങാടിയിൽ നിൽക്കുന്നു. ഖദീജ അങ്ങാടിയിലേക്ക് ഒറ്റക്ക് പോയത് ഹറാമാണ്. ഇനി ഹറാമ് ചെയ്തു. അവിടെ നിന്ന് നമ്മൾ ഫ്രീ ആണ്. നമ്മുടെ വണ്ടി പിന്നിൽ അവളൊന്നും ഇരുന്നത് കൊണ്ട് പ്രയാസമില്ല. പല ചെറുപ്പക്കാരും ഹെൽപ്പ് എന്ന നിലക്ക്, ഒരു സഹായം എന്ന നിലക്ക് ആ വണ്ടിയിൽ കയറ്റി കൊണ്ടുവരുന്ന ചെറുപ്പക്കാരുണ്ട്. വയസ്സെത്തിയായിരുന്നാലും പാടില്ല, കടുത്ത ഹറാമാണ്. ആ സേവനം ഇസ്ലാം അനുകൂലിക്കുന്നില്ല. ഇത് വല്ലാതെ സൂക്ഷിക്കണം സഹോദരന്മാരെ. പിന്നെ ഇപ്പൊ കുറെ പല വീടുകളിലും കുട്ടികളെ പഠിപ്പിക്കുന്നു ഉസ്താദ്. അപ്പൊ അമ്മമാർക്കും ഉസ്താദ് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ അമ്മമാർക്ക് കാണാം അമ്മമാര് വിളിക്കലും തമാശ പറയലും ഉസ്താദിനോട് എന്തൊക്കെയാണ്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഒരു ഉസ്താദ് ഇസ്ലാമിലില്ല. അങ്ങനെ ഒരു ഉസ്താദ് ഇസ്ലാമിലില്ല. കുട്ടികളുമായിട്ട് കുട്ടികളെ പഠിപ്പിക്കാൻ ഉസ്താദിന് പറ്റുമോ? അതിന്റെ മസല ഞാൻ പറഞ്ഞു. ഇസ്ലാമിന്റെ കാര്യം പഠിപ്പിക്കാൻ കാണാമെന്ന് അയിമത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന്. എന്നാൽ പിന്നെ ഉമ്മയുമായി എന്തിനാണ് ബന്ധം? വിളിച്ചിട്ട് മകൾ മദ്രസയിലേക്ക് വന്നിട്ടുണ്ടോ ചോദിക്കാം. തമാശകൾ പറയാൻ, സുഖിക്കുന്ന വാക്കുകൾ പറയാൻ ഉസ്താദിന് അവകാശമില്ല. ആ ഉസ്താദിന് അടുക്കളയിൽ ചെല്ലാൻ അവകാശമില്ല. ചില വീട്ടിലൊക്കെ ആൾക്കാർ ആ ഉസ്താദ് എന്തൊരു സ്വഭാവം, നമ്മൾ അടുക്കളയിൽ നിന്ന് കഞ്ഞി കുടിച്ചാലും ചായ കുടിച്ചാലും നല്ല ഉസ്താദ്, നല്ല തങ്ങൾ പാപ്പേ. സുബ്ഹാനല്ലാഹ്, കടുത്ത ഹറാമാണ് ആ കഞ്ഞുകുടിയും ആ ചായ കുടിയും. ഒരഭിപ്രായം പോലും ഇമാമിങ്ങൾ പറഞ്ഞിട്ടില്ല. അതിലേറെ വിഷമിക്കുന്നത് സഹോദരന്മാരെ, ഭൗതിക പഠനം നടത്തുന്ന മക്കൾ, ആ മക്കൾക്ക് പഠിപ്പിക്കുന്ന അവർക്ക് പഠിപ്പിക്കുന്ന ആളുകൾ ഉമ്മമാരിയ്ക്കുകയാണ്. അധ്യാപകന്മാർ കുട്ടികളുടെ രക്ഷിതാക്കളെ യോഗം വിളിച്ചിരിക്കുന്നു. സ്കൂളിൽ പോയി കിടക്കുന്നതാണ്. എന്നിട്ട് പോകുന്നത് ആര്? ഭർത്താവ് ഗൾഫിലാണ്, അല്ലെങ്കിൽ ഗൾഫിലല്ല, ഓനിപ്പോ പോകാൻ തോന്നില്ല. ഇവളങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് സ്കൂൾക്ക്. എന്നിട്ട് അവളങ്ങനെ ഇരുന്നു കൊടുക്കുന്നു. അധ്യാപകന്മാരിന്ന് പ്രസംഗിക്കുന്നു. കുട്ടികളുടെ പഠന നിലവാരം പഠിപ്പിക്കത്രേ, പഠന നിലവാരം പറയത്രേ. വിദ്യാഭ്യാസ രംഗത്ത് ഗുണമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഇരുത്തം ഈ പെണ്ണിന് പാടില്ല, ഈ പോക്ക് പെണ്ണിന് പാടില്ല.
എന്തിനു വേണ്ടിയാണ് പോയത്? ദീനിനു വേണ്ടിയാണോ? അല്ല. രക്ഷിതാക്കളുടെ യോഗമെന്ന് പറഞ്ഞിട്ട് ഉമ്മമാരെ, നിങ്ങൾ ഈ തുറന്നുള്ള പോക്കുണ്ടല്ലോ, നിങ്ങൾ പോയിട്ട് സ്കൂളിൽ ചെന്നിരുന്നിട്ട് അവരുടെ സംസാരങ്ങൾ കേട്ട് അവർ കാണുന്ന രൂപത്തിൽ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ അത് ഹറാമാണ്. ഒരു സ്ഥാപനത്തിലുള്ള സ്റ്റാഫ് യോഗം എന്ന് പറഞ്ഞിട്ട് സ്ത്രീകളും പുരുഷന്മാരും കൂടെ, അധ്യാപകർ തന്നെ പുരുഷന്മാരും സ്ത്രീകളും കൂടെ കൂടിക്കൊണ്ടുള്ള യോഗങ്ങൾ ഹറാമാണ്. അതൊന്നും ഇസ്ലാം അനുവദിക്കുന്നില്ല. ആര് ഫത്വ തന്നാലും ഇസ്ലാമിൽ അങ്ങനെ ഒരു അഭിപ്രായം പോലും കാണാൻ സാധ്യമല്ല. സൂക്ഷിച്ചോ, ചെയ്തതൊക്കെ തൗബ ചെയ്തോ. അങ്ങനെയില്ല. 4 മദ്ഹബിന്റെ ഇമാമിങ്ങളും പറഞ്ഞിട്ടില്ല ഈ ഇരുത്തവും ഈ സ്റ്റാഫ് യോഗമൊന്നും അത് അനുവദിക്കപ്പെട്ട രൂപത്തിൽ ചെയ്യണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. അന്യ സ്ത്രീകളും പുരുഷന്മാരും കൂടിയിരുന്നിട്ട് നമ്മുടെ സ്ഥാപനത്തിലെ പഠനത്തെ പറ്റി പറയുക, ഉപദേശിക്കുക പാടില്ല. ഏത് സംഘടന നടത്തിയാലും, ഏത് സമസ്തന്റെ ആളുകളായിരുന്നാലും അത് ഇസ്ലാം അനുവദിക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ 3ാമത്തവരാണ് ദയ്യൂത്ത്. 2ാമത് മുത്തുനബി പറഞ്ഞത് വലാഖുലി വാലിദൈ, മാതാപിതാക്കളെ വെറുപ്പിക്കുന്നവർ. മാതാപിതാക്കളെ വെറുപ്പിക്കൽ ചില്ലറയല്ല സഹോദരന്മാരെ. അത് വല്ലാത്ത ശിക്ഷയാണ്, അത് വല്ലാത്ത മുസീബത്താണ്. വഹ്ബ് ബിൻ മുനബ്ബഹ് തങ്ങൾ അതാ മുൻകാലത്തെ ഗ്രന്ഥങ്ങൾ പഠിച്ച പണ്ഡിതനാണ്. മൂസ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹ് പറഞ്ഞ വിവരം വഹ്ബ് തങ്ങൾ പഠിപ്പിക്കുന്നു. മൂസ നബിയെ, വഖ്ർ വാലിദൈക, നിങ്ങളെ മാതാപിതാക്കളെ നിങ്ങൾ വല്ലാതെ ബഹുമാനിക്കണം. ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹ് പറയുന്നു, മൻ വഖറ വാലിദൈ, മാതാപിതാക്കളെ ഒരാൾ ആദരിച്ചാൽ മദത്തു ലഹു ഫി ഉംരിഹി, അവന്റെ ആയുസ് ഞാൻ നീട്ടിക്കൊടുക്കും. വഹബതു ലഹു വലദൻ യബുറു, അവനിക്ക് ഉപകാരം ചെയ്യാൻ ഒരു മകനെയും ഞാൻ നൽകുന്നതാണ്. ഒരു ചാണല്ലെങ്കിൽ ഒരു മയിലപ്പുറത്ത് വന്ന് അതിന്റെ ചൂട് ജനങ്ങൾ മുഴുവനും വിഷമിക്കുന്നു, വല്ലാത്ത പ്രയാസപ്പെടുന്ന ആ ദിവസത്തിൽ 7 കൂട്ടരിൽ ഒരു കൂട്ടർക്ക് അല്ലാഹു അർശിന്റെ തണൽ കൊടുക്കുമെന്ന് മുത്തുനബി പറയുന്നു. 7 കൂട്ടർക്ക് അർശിന്റെ തണൽ കൊടുക്കുമെന്ന് മുത്തുനബി പറയുന്നു. 1ാമത് ഇമാമുൽ ആദിൽ, നീതിമാനായ ഭരണാധികാരി. ഓരോ രംഗത്തും ഭരണമുണ്ട്. അതാ മഹല്ലത്തിന്റെ ഭരണം, പള്ളിഭരണം ഒക്കെ ആ ഭരണത്തിന്റെ ശാഖയായ ഭരണമാണ്. അവിടൊക്കെ സൂക്ഷിച്ച് ജീവിച്ചവർക്ക് നീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സെക്രട്ടറിമാർ, നീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പ്രസിഡന്റുമാർ, നീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഭരണാധികാരികൾക്ക് അർശിന്റെ തണലുണ്ടെന്ന് ഖാല റസൂലുള്ളാഹി. ആ നീതിയിൽ കൊണ്ട് നടക്കാൻ വളരെ പ്രയാസം പിടിച്ചതുകൊണ്ടാണ് ആ കൂലി അവർക്ക് കൊടുക്കാനുള്ള കാരണം. സ്വന്തം കുടുംബത്തിൽപ്പെട്ട ഒരാളായിരിക്കും ഇതിൽ അന്യായക്കാരൻ, ഇതിൽ ന്യായമില്ലാത്തവൻ. എന്നാൽ ന്യായമുള്ളത് എതിരാളിയായിരിക്കും. ആ ടൈമിൽ കുടുംബക്കാരനൊപ്പിച്ചിട്ട്, തന്റെ ഗ്രൂപ്പുകാരനൊപ്പിച്ചിട്ട് മസ്തല പറയേണ്ടി വരും, അങ്ങനെ ചെയ്യേണ്ടി വരും. ആ ടൈമിന് കുടുംബം നോക്കാതെ വിധി പറയുന്ന ഒരു സ്വഭാവം നമുക്ക് വേണം. എന്റെ അനുജനാണ്, ചേട്ടനാണ്, എന്റെ ബന്ധുവാണ്, എന്റെ സംഘടനാ പ്രവർത്തകനാണ് എന്ന നിലക്കൊരു മസ്തല നമ്മൾ പറയരുത്. ഒരു ഭാഗത്ത് നമ്മൾ ചേരരുത്. റോട്ടിൽ ഒരു അടിപിടി നടന്നു, അല്ലെങ്കിൽ ഒരു വണ്ടി വന്നു ഒരാളെ ദേഹത്ത് തട്ടി, ഡ്രൈവർ ശ്രദ്ധിച്ചിട്ടില്ല, അവൻ നമ്മുടെ ഒരു പ്രവർത്തകനാണ്, മറ്റേയാള് നമ്മളെ പ്രവർത്തകനല്ല. എന്നാൽ ഈ ഡ്രൈവറെ കൂടെ നിന്നിട്ട് അതിനെ ന്യായീകരിക്കുന്ന ചെറുപ്പക്കാരാ, അല്ലാഹു പൊരുത്തപ്പെടൂല. സത്യന്മാരെ കയ്യിലാണോ അവർക്കൊപ്പിച്ച് സംസാരിക്കാൻ പാടുള്ളൂ. നിക്കാഹിന് ബന്ധപ്പെടുന്ന അതാത്തിലെ കാരണവന്മാർ, തൊലാഖിന് ബന്ധപ്പെടുന്ന കാരണവന്മാർ ഒക്കെ ഇത് വളരെ ശ്രദ്ധിക്കണം. എന്റെ മഹല്ലത്തിലെ പെൺകുട്ടിയാണ്, അവളെ നിരുപാധികമാണ് അവൻ തൊലാഖ് ചൊല്ലുന്നത്, അതുകൊണ്ട് 2 ലക്ഷം ഇങ്ങ് വാങ്ങിക്കൊടുക്കണം. നമ്മുടെ അടുത്ത മഹല്ലിൽ നടന്ന കേസാണ്. 2 ലക്ഷം വാങ്ങിക്കൊടുത്ത് 4 ലക്ഷം വാങ്ങിക്കൊടുത്ത കേസ്, 2 ലക്ഷം വാങ്ങിക്കൊടുത്ത കേസ്. ഇല്ല, ഒരു പെൺകുട്ടിയെ ഒരു ഭർത്താവ് ഒരു കാരണവുമില്ലാതെ തൊലാഖ് ചൊല്ലിയാലും ഒന്നും വാങ്ങാൻ അവകാശമില്ല. ഇസ്ലാമിൽ അങ്ങനെ ഒരു പിഴയുടെ സ്വഭാവമില്ല.
വല്ലതും ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വാങ്ങാമെന്നല്ലാതെ എന്റെ പെൺകുട്ടിക്കൊരു കേടുമില്ല. അവര് അതാ നിരുപാധികം തൊലാഖ് ചൊല്ലുകയാണ്. അതുകൊണ്ട് അതിന് കാശ് വേണം, കല്യാണത്തിന് വേണമെന്ന് പറഞ്ഞ് വാങ്ങുന്ന ഉപ്പമാരെ, ആ വാങ്ങിയ പൈസയുടെ പേരെന്താണെന്നോ? ഹോസ്പിന്റെ പൈസയാണ്, അപഹരിച്ച പൈസയാണ്. അതിലൊരു ചില്ലിക്കാശ് നിനക്കോ നിന്റെ കുടുംബത്തിനോ ഉപയോഗിക്കാൻ അവകാശമില്ല. അത് ആഖിറത്തിൽ തിരിച്ചു കൊടുക്കേണ്ട കാശാണ്. ഒരു കാരണമില്ലാതെ മോളെ തൊലാഖ് ചൊല്ലിയാലും അല്ലാഹു അത് രക്ഷിക്കട്ടെ. നമ്മളെ മക്കളൊക്കെ ഒരു കരയിലെത്തുന്നത് എല്ലാ മാതാപിതാക്കളുടെയും അഭിലാഷമാണ്. അല്ലാഹു എത്തിച്ചു തരട്ടെ. ആ ഭാര്യഭർത്ത ജീവിതം അല്ലാഹു അവരെ മരണം വരെ നിലനിർത്തട്ടെ. അത് മറ്റൊരു കാര്യം. പക്ഷേ ഭർത്താവങ്ങ് തൊലാഖ് ചൊല്ലിയാൽ മകൾക്കൊരു തെറ്റുമില്ലെങ്കിലും ഒരു കുറ്റമില്ലെങ്കിലും 5 കാശ് വാങ്ങാൻ ഭർത്താവിന്റെ ഭാഗത്തുനിന്ന് വാങ്ങാൻ അവകാശമില്ല. പെണ്ണിന്റെ ഭാഗത്തുനിന്ന് അങ്ങോട്ട് വാങ്ങാൻ ഭർത്താവിന് അവകാശമില്ല. അതിനു വേണ്ടി പാടുപെടുന്ന കാരണന്മാരുണ്ട്. എന്റെ മഹല്ലത്തിലെ പെൺകുട്ടിയാണ്, അതുകൊണ്ട് ഇടപെട്ടിട്ട് വേണ്ടത് മുഴുവനും വാങ്ങിക്കൊടുക്കുന്നവന്റെ ഒരു 5 ചില്ലിക്കാശ് ഹലാലല്ല. ശ്രദ്ധ തന്നെ ഈ വിഷയത്തിലില്ല. നീതിയോടുകൂടെ ഭരണം കൊണ്ടുപോകുന്നവർക്ക് ആഖിറത്തിൽ അർശിന്റെ തണലുണ്ട്. മറ്റൊന്ന് മുതസദ്ദിഖുൻ അഖ്ഫ അതാവും മുതസദ്ദിഖുൻ അഖ്ഫ തസദ്ദുഖ ലം യകുൻ ബിമാ ഫഖത് യുംനാഹു ഇൽമു ശിമാലി. സ്വതക്ക ചെയ്യുന്ന പ്രകൃതിയുള്ളവർ ഉമ്മമാരെ, സഹോദരന്മാരെ, 7 കൂട്ടരെ പറഞ്ഞ കൂട്ടത്തിൽ സ്വതക്ക ചെയ്യുന്ന പ്രകൃതിയിലേക്ക് കടന്നു വരാൻ നമുക്കൊക്കെ കഴിയുമോ? അർശിന്റെ തണലിൽ പെടാൻ നമുക്ക് ചാൻസുകൾ ഇഷ്ടം പോലെയുണ്ട്. സ്വതക്കയുടെ പ്രകൃതി ഉണ്ടെങ്കിൽ, അല്ലാഹു വേണ്ടി സ്വതക്ക ചെയ്യുകയാണെങ്കിൽ അവർക്ക് അർശിന്റെ തണലുണ്ട്. വറജുലാനി ഫില്ലാഹി കരീമി തഹബബാ ബിഹാലി ഫിറാഖിൻ ഹുമാ വവിസാലി. 2 ആളുകളുടെ സ്നേഹം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി, സംഘടനയ്ക്ക് വേണ്ടി, ദീനിന് വേണ്ടി, ദീനിന്റെ സംഘടനയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ദീനിന് വേണ്ടി അങ്ങും ഇങ്ങും സ്നേഹിച്ചവർ സ്വർഗത്തിലാണ്. അതുപോലെ തന്നെ ഹറാമിലേക്ക് ഒരു പെണ്ണ് വിളിച്ചപ്പോൾ അതിൽ നിന്ന് ഒഴിവായ പുരുഷന്മാർ, ഹറാമിലേക്ക് പുരുഷൻ വിളിച്ചപ്പോൾ അതിൽ നിന്ന് ഒഴിവായ സ്ത്രീകൾ, അവർക്കും അന്യപുരുഷന്മാർ ഹറാമിലേക്ക് വഴിയൊരുക്കിയാൽ അന്യപുരുഷന്മാരുമായി ഹറാമിൽ വീഴാൻ ചാൻസ് ഉള്ള വേദിയിൽ നിന്ന് അതാ രക്ഷപ്പെട്ടനായ പെണ്ണ്, അവിടെ ശരീരം രക്ഷപ്പെടുത്തിയ പെണ്ണ്, അതുപോലെ അന്യ സ്ത്രീകളിൽ രക്ഷപ്പെടുത്തിയ പുരുഷന്മാർ, അവർക്ക് അർശിന്റെ തണലുണ്ട്. മാത്രമല്ല വമൻ ഖൽബുഹു യഹ്വിൽ മസാജിദ ദായിമാ തഅല്ലുഖുഹു ഫീഹാ ബിഗൈരി സവാലി. പള്ളിയോട് മനസ്സ് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഹദീസിൽ കാണാം, പള്ളിയിൽ നിന്ന് പുറത്തു പോന്നാൽ അങ്ങോട്ട് പോകാനുള്ള താല്പര്യമാണ്. ഈ രൂപത്തിൽ പള്ളിയോട് മനസ്സ് ബന്ധപ്പെടുത്തുന്നവർക്ക് അർശിന്റെ തണലുണ്ട്. വമൻ ദക്കറ റബ്ബൽ മുഹൈമീന ഖാലിയാ വഫാദത് ബിഹി ഐനാഹു ഖൗഫൻ കാലി. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇമാമുൽ ആദിൽ, നീതിമാനായ ഭരണാധികാരി, ഇമാമുൽ ലഹു അദിലു വമൻ ഫീ ഇബാദതിഹി നശാ ബിത്തുഖാലില്ലാഹി ലാ ബിളലാലി. ചെറുപ്പക്കാരെ, ഈ ചാൻസ് നഷ്ടപ്പെട്ടു പോയാൽ, പ്രായം 40 കഴിഞ്ഞാൽ പിന്നെ ഈ ചാൻസ് നഷ്ടപ്പെട്ടു പോകുന്നതാണ്. അതിന്റെ താഴെയുള്ള ചെറുപ്പക്കാരെ, യുവത്വകാലത്ത് നിങ്ങളുടെ ശരീരം നിങ്ങൾ അല്ലാഹുവിനെ ഉൾപ്പെടുത്തി ജീവിക്കുക. അല്ലാഹുവിന്റെ കൽപ്പനകൾ എടുക്കുക, വിരോധങ്ങൾ ഒഴിക്കുന്ന രൂപത്തിൽ ജീവിക്കാൻ സന്നദ്ധരാകൂ. അങ്ങനെയുള്ള ചെറുപ്പക്കാർ, അവർ പ്രായമായി മരിച്ചാലും ചെറുപ്പകാലത്ത് മരിച്ചാലും യുവത്വകാലത്ത് തഖ്വയിൽ ജീവിച്ച ആളാണോ അവർക്ക് അർശിന്റെ തണലുണ്ടെന്ന് മുത്തുനബി തങ്ങൾ പറയുന്നു. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, നിഅ്മത്താൻ
മഖ്ബൂനും ബിഹിമാ കസീറും മിനന്നാസ്. രണ്ട് അനുഗ്രഹങ്ങൾ അധിക പേർക്കും അതിൽ വലിയ നഷ്ടപ്പെട്ടു പോകുന്നു. ഏതാണ് രണ്ട് അനുഗ്രഹം? അസ്ഹദു വൽ ഫറാഹ്. ആരോഗ്യകാലത്തിൽ ഒന്നും ചിന്തിക്കാതെ പോയി, ഒഴിഞ്ഞ ടൈം വെറുതെ കളഞ്ഞുപോയി. ഈ രണ്ടും വലിയ നിഅമത്താണ്. ആരോഗ്യമുള്ള കാലത്ത് സുന്നത്ത് നിസ്കരിക്കാൻ തോന്നുന്നില്ല, ആരോഗ്യമുള്ള കാലത്ത് നല്ലത് ചെയ്യാൻ തോന്നുന്നില്ല. പ്രായമായ ശേഷം അതാ ഇതൊന്നും ചെയ്യാൻ കഴിയുകയുമില്ല. ഹദീസിൽ കാണാം, ഒരാൾക്ക് പ്രായമായി, അയാള് സുന്നത്ത് നിസ്കരിക്കുന്ന ആളായിരുന്നു. ഇപ്പൊ പ്രായമായതുകൊണ്ട് ഒന്നും നിൽക്കുന്നില്ല, സാധിക്കുന്നില്ല, അല്ലെങ്കിൽ രോഗമാണ്, കഴിയുന്നില്ല. മുത്തുനിബിതങ്ങൾ പറയുന്നു, ഈ മനുഷ്യൻ തന്റെ ചെറുപ്പകാലത്ത് ചെയ്തിരുന്ന ഇബാദത്തുകൾ അതാ ചെയ്യാൻ കഴിയാത്ത ടൈമിൽ ഇവർക്ക് എഴുതപ്പെടുന്നു. അതിന് നമ്മുടെ ആരോഗ്യമുള്ള കാലത്ത് ചെയ്യണം. ആരോഗ്യമുള്ള കാലത്ത് ജമാഅത്തിന് പോകുന്ന ആൾക്ക് ആരോഗ്യം നഷ്ടപ്പെട്ട് വീട്ടിൽ കഴിയുമ്പോൾ ആ ജമാഅത്തിന് പോയ കൂലി എഴുതുമെന്ന് മുത്തുനിബിതങ്ങൾ പറയുന്നു. അതുപോലെ നന്മകളൊക്കെ എഴുതുമെന്ന് മുത്തുനിബിതങ്ങൾ പറയുന്നു. അതിന് ആരോഗ്യമുള്ള കാലത്ത് ഇതിന് ചെയ്യുന്നവരായി മാറണം. അതുപോലെ ഒഴിവുള്ള ടൈം അതാ മറ്റൊരു ജോലിയിലേക്ക് കടന്നാൽ, അല്ലെങ്കിൽ മറ്റൊരു നമ്മുടെ കടമയിലേക്ക് കടന്നാൽ ഈ ടൈം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. സഹോദരന്മാരെ, ചെറിയതല്ല ടൈം എന്ന് പറയുന്നത്, വലിയ വിലയുള്ള സാധനമാണ്. അത് മടക്കിയെടുക്കാൻ സാധ്യമല്ല. ഏഴാമത്തെ വിഭാഗമായി അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നത് വമൻ ദഅകറ റബ്ബൽ മുഹൈമീന ഖാലിയാ ഫഫാലത് ബിഹി ഐനാഹു ഖൗഫൻ ഖാലി. അല്ലാഹുവിനോട് കരയുന്ന ഉടമകൾ, സഹോദരന്മാരെ, നമ്മുടെ മനസ്സ് കറുത്തുപോയി. തെറ്റ് വന്നാൽ ഹൃദയത്തിൽ ഒരു പുള്ളി വീഴുന്നു. തെറ്റുകൾ അങ്ങനെ കൂടി വരുമ്പോൾ തൗബ ചെയ്യാത്ത തെറ്റുകൾക്ക് ഹൃദയത്തിൽ കറുപ്പുകൾ കൂടിയിട്ടുമെന്ന് മുത്തുനബി പഠിപ്പിക്കുന്നു. കറുപ്പ് കൂടിയാൽ പിന്നെ വാള് കേട്ടാൽ കൽബിൽ തട്ടൂല, ഖുർആനിലെ ശിക്ഷ കേട്ടാൽ കൽബിൽ തട്ടൂല, ഖബർ കണ്ടാൽ കൽബിന് പേടിയില്ല, കണ്ണിൽ വെള്ളമില്ല. കണ്ണിൽ വെള്ളം വരാത്തവന് ആഖിറം പേടിയില്ല. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നു, അല്ലാഹുവിനോർത്ത് കരയണം കേട്ടോ. അല്ലാഹുവിനോർത്ത് ദുനിയാവിൽ കരഞ്ഞവർക്ക് ആഖിറത്തിൽ കരയേണ്ടി വരില്ല. നബി പഠിപ്പിക്കുന്നു, അല്ലാഹുവിനോർത്ത് കരഞ്ഞവർക്ക് അർശിന്റെ തണലുണ്ട്. റബ്ബിനോർത്ത് കരയുന്ന മനസ്സ് നമുക്ക് വേണം. അല്ലാഹുവിലേക്ക് നമ്മൾ അടുക്കാൻ പരിശ്രമിക്കണം. ജിലാനി തങ്ങൾ 1000 റക്അത്ത് നിസ്കരിച്ചു, ഇഫായി തങ്ങൾ അത്രയെല്ലാം ചെയ്തു, മറ്റേ വലിയ ഇത്രയെല്ലാം ചെയ്തു, നഫീസത്തുൽ മിദ്രിയ അത്ര ചെയ്തു, ഇത്ര ചെയ്തു. അത് മാത്രം പറഞ്ഞു നിർത്തേണ്ടവരല്ല നമ്മൾ എന്ത് ചെയ്തു? അല്ലാഹുവിലേക്ക് അടുക്കാൻ പരിശ്രമിക്കണം. റബ്ബിന്റെ അടിമകളായി ജീവിക്കണം. പതിരാവുകളിൽ റബ്ബിനെ ഓർക്കും മനസ്സ് നമുക്ക് വേണം. സുബഹി വരെ കിടന്നുറങ്ങല്ല സഹോദരാ. ഒരു 2 റക്അത്തെങ്കിലും രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കൂ. നമ്മുടെ വീടകത്ത് എല്ലാ സൗകര്യങ്ങളുമുണ്ട്, വെള്ളമുള്ള ബാത്റൂമുകൾ, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ഈ സൗകര്യങ്ങളൊക്കെ റബ്ബ് തന്നത് റബ്ബ് ആഖിറത്തിൽ ചോദിക്കും. ഇതെല്ലാം ഉണ്ടായിട്ട് മൂത്രിച്ച് വന്ന് കിടന്നുറങ്ങുകയല്ലാതെ ഒരു 2 റക്അത്ത് നിസ്കരിക്കാൻ സഹോദരിമാരെ നമുക്ക് കഴിയുന്നില്ല. സാലിഹീങ്ങളൊക്കെ അങ്ങനെയാണ്. ആയിഷ ബീവി തഹജ്ജുദ് നിസ്കരിച്ചവരാണ്, മഹദിമാര് തഹജ്ജുദ് നിസ്കരിച്ചവരാണ്. അതാ സുബഹിയുടെ 1/2 മണിക്കൂർ മുമ്പെങ്കിലും എഴുന്നേൽക്കുന്ന സ്വഭാവം നമുക്ക് വേണം. സഹോദരന്മാരെ, നമുക്ക് ഈ അവസ്ഥയിലേക്ക് നമ്മൾ മടങ്ങണം. ജുനൈദ് തങ്ങൾ പറഞ്ഞു, ആഖിറത്തിൽ നിന്ന് ജുനൈദ് തങ്ങളുടെ അവസ്ഥ അവിടുത്തെ ഒരു ശിഷ്യൻ കണ്ടത് പറയുന്നു. അതേ എന്തുണ്ട് അവസ്ഥ? ജുനൈദ് തങ്ങൾ പറയുന്നു, ഇമാം ബാജൂരി റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. ദഹബത്ത് തിൽകൽ ഇശാറാത്ത് വലം തബഖലനാ ഇല്ല റുഖൈആത്തു ലതീ നർകൗഹാ ഫീ ജൗഫിൽ ലൈൽ. പാതിരാവുകളിൽ ഞങ്ങൾ നിസ്കരിച്ച കുഞ്ഞുകൾ മാത്രമേ ഇവിടെ ഏടിൽ കാണുന്നുള്ളൂ. പരസ്യമായി ചെയ്തത് പലതും കാണുന്നില്ല. ഈ ഒരവസ്ഥ നമുക്ക്
ഒക്കെ വരാനിരിക്കുന്ന നമ്മുടെ അമലുകളാണ് നമുക്ക് രക്ഷപ്പെടാനുണ്ടാവുക. ചെറുപ്പക്കാരെ, അല്ലാഹുവിലേക്ക് മടങ്ങണം. മരണം ആരെ വിളിക്കുമെന്ന് ആർക്കും അറിയില്ല. വലിയ മഹാന്മാര് കൂടുതൽ ജീവിച്ചിട്ടില്ല. ഇമാം നവവി തങ്ങൾ വെറും 45 വയസ്സാണ് ജീവിച്ചത്. ഇമാം നർകശി തങ്ങൾ 46 വയസ്സാണ് ജീവിച്ചത്. ഇമാം ഷാഫി തങ്ങൾ 53 വയസ്സാണ് ജീവിച്ചത്. ഇമാം സീബവൈഹി തങ്ങൾ 30 വയസ്സാണ് ജീവിച്ചത്. ഇമാം ഖയാലി തങ്ങൾ 33 വയസ്സാണ് ജീവിച്ചത്. വലിയ വലിയ മഹാന്മാർ ചെറുപ്പത്തിലെ മരിച്ചുപോയവരാണ്. പക്ഷേ അവരുടെ ഒരു ദിവസത്തെ ജീവിതത്തിൽ അവർ ചെയ്തു വെച്ച ഇൽമും ആ ദീനിനെ അവർ ചെയ്തു വെച്ച ഹിദ്മകളും ഒക്കെ എടുത്തു നോക്കിയാൽ നമ്മുടെ ജീവിതം മുഴുവനും ചെയ്തത് അങ്ങോട്ടെത്തുകയില്ല. എന്തെങ്കിലുമൊക്കെ ദീനിന് ചെയ്യാൻ വേണ്ടി ഒരുങ്ങണം. അല്ലാഹുവിന്റെ ദീനിന്റെ പ്രവർത്തന രംഗത്തേക്ക് ആളുകളെ വല്ലാതെ ആവശ്യമുള്ള കാലമാണിത്. വഹാബിസത്തിലേക്കും മൗദൂദിസത്തിലേക്കും തബ്ലീഗിസത്തിലേക്കും കള്ളത്തരീഖത്തിലേക്കും ജനങ്ങൾ ഒഴുകി പോകുന്ന ഈ കാലത്ത് അതാ ഓരോ പ്രവർത്തകരും സന്നദ്ധരായ കാലമാണ്. അവനവന്റെ അടുത്തുള്ള പള്ളികളിലൊക്കെ ദഅവകൾ സംഘടിപ്പിച്ച് ജനങ്ങളെ ബോധവൽക്കരണം നടത്തേണ്ട കാലമാണ്. ഞാൻ കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞു പണ്ഡിതന്മാർക്ക് ഇരിക്കാൻ പാടില്ലാത്ത കാലമാണ്. ഞാൻ കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞു അതാ നാട്ടിലെ കാരണന്മാർക്കും പൊതുജനങ്ങൾക്കും സാമ്പത്തികമായി കഴിയുന്നവർക്കും ആരോഗ്യമുള്ളവർക്കും ഇരിക്കാൻ പാടില്ലാത്തതാണിത്. ബാബുട്ടി മുസ്ലിയാരുടെ നിയമമല്ല, SSFകാരന്റെ നിയമമല്ല, SYSകാരന്റെ കടമയല്ല. ഇത് മുസ്ലിം ഉമ്മത്തിന്റെ കടമയാണ്. നമ്മുടെ പള്ളികളിലൊക്കെ ദഅവകൾ സംഘടിപ്പിക്കണം, ജനങ്ങളെ ബോധവൽക്കരണം നടത്തണം. വിദഅത്തിലേക്ക് അതാ കൂലം കുത്തി പോകുന്ന കാലമാണ്. ഉപദേശിക്കണം. ഒരാൾ വഹാബിസത്തിലേക്ക് പോയാൽ ആ നാട്ടിലുള്ള ഓരോരുത്തരും റബ്ബിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടും. ഒരാൾ മൗദൂദിസത്തിലേക്ക് പോയാൽ ഒരു മകൻ ഇസ്ലാമിന്റെ വഴിയിൽ നിന്ന് സുന്നത്ത് ജമാഅത്തിന്റെ വഴിയിൽ വ്യതിചലിച്ചു പോയാൽ ഞാനെന്ത് ചെയ്യാനെന്ന് പറഞ്ഞ് മാറാൻ പറ്റൂല. അതിനുള്ള സാഹചര്യങ്ങൾ നീ ശ്രദ്ധിച്ചില്ല, മകനങ്ങ് പോകുന്ന കാരണങ്ങൾ നീ ശ്രദ്ധിച്ചില്ല. വഹാബിയോട് നിനക്ക് വെറുപ്പില്ല, വിദ്യാർത്ഥികാരനോട് നിനക്ക് വെറുപ്പില്ല. അവനോട് നല്ല രൂപത്തിലുള്ള പെരുമാറ്റമാണ്. അവൻ എന്റെ ഒറ്റ കൂട്ടുകാരനാണ്, എന്റെ മകന്റെ കൂട്ടുകാരനാണ്. നിനക്ക് ബന്ധമുണ്ടായില്ല. അതുകൊണ്ട് തന്നെ ആ മക്കൾ അതിലേക്ക് അതാ ഒരു വ്യതിയാനം സംഭവിച്ചപ്പോൾ ആ ഉത്തരവാദിത്വം മുഴുവനും നീയാണ്. ജിലാനി തങ്ങളുടെ അനുസ്മരണയിൽ പങ്കെടുത്ത് അത് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ സഹോദര സഹോദരിമാർ, എന്റെ ഉപ്പമാർ, എന്റെ ഉമ്മമാർ, എന്റെ യുവാക്കൾ മനസ്സിലാക്കണം. ജിലാനി തങ്ങളുടെ വിശാലമായ ഉപദേശങ്ങൾ അവിടുത്തെ ഗ്രന്ഥങ്ങളിൽ കാണാം. എന്നാൽ അവിടുത്തെ പുണ്യത്തിൽ പറഞ്ഞ ഒരു ചെറിയ ഉപദേശവും പറഞ്ഞ് ഞാൻ നിർത്തുന്നു. മോനെ, അല്ലാഹുവിന്റെ ദീൻ അതിനെ നീ മുറുകെ പിടിച്ചു, അതിന്റെ പ്രവർത്തകനായിക്കോ. സുന്നത്ത് ജമാഅത്തനുസരിച്ച് അതിനെ അനുഗമിച്ചുകൊണ്ട് ജീവിക്കണം കേട്ടോ. ജീലാനി തങ്ങൾ പറഞ്ഞു, ബിദ്അത്തുകാർക്ക് പെരുപ്പം കാണിക്കരുത്, അവരുടെ സദസ്സിൽ പോയിരിക്കരുത്, അവരുടെ പ്രസംഗം കേൾക്കരുത്, അവരുടെ പ്രസിദ്ധീകരണം വായിക്കരുത്, അതിനെ വീട്ടിലേക്ക് കൊണ്ടുവരരുത്. ഇതൊരിക്കലും തന്നെ ഗ്രൂപ്പീസമല്ല. എല്ലാ സമസ്തന്റെ പണ്ഡിതന്മാരും പറയേണ്ട ആശയമാണ്. ഇതാണ് മുൻഗാമികൾ പഠിപ്പിച്ചത്. ശരിയാതിയുടെ ഫത്വയിൽ ഇത് എഴുതി കാണാം, അയിമ്മത്തൊക്കെ എഴുതി കാണാം. സഹോദരന്മാരെ, അല്ലാഹുവിന്റെ ദീനിൽ ഇവിടെ നിലനിർത്താൻ നമ്മുടെ കടമയാണ്. അതിൽ പോയി കേൾക്കാൻ, അവരുടെ CD കേൾക്കാൻ, ഫ്രീ ആയി കിട്ടിയ CD-യാണ് എന്ന് പറഞ്ഞ് കേൾക്കാൻ അവകാശമില്ല. അവര് മരിച്ചാൽ അവരെ മയ്യിത്ത് നിസ്കരിക്കാൻ പാടില്ല. അവർക്ക് സലാം പറയാൻ പാടില്ല. സന്തോഷവേളകളിൽ അവർക്ക് മംഗളം പറയാൻ പാടില്ല. അല്ലാഹുവിന്റെ കൽപ്പനയാണിത്. ജിലാനി തങ്ങൾ എടുത്തുപദേശിച്ചു എന്നേ ഉള്ളൂ. ഇതനുസരിച്ച് ജീവിക്കുന്നവർക്ക് ഇതിന് വലിയ കൂലി ലഭിക്കുമെന്ന് ജിലാനി തങ്ങൾ പറയുന്നു. ഈ ഒരവസ്ഥ നമുക്ക് വേണം. ജിലാനി തങ്ങളുടെ അനുസ്മരണയിൽ അവിടുത്തെ മുരീദാകാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരോട് അവിടുത്തെ ഉപദേശം ഞാൻ പറയുകയാണ്. അവിടുത്തെ പറഞ്ഞു, എന്റെ മുരീദായാൽ എന്റെ മുരീദായ മനുഷ്യൻ ഈമാനില്ലാതെ മരിക്കുകയില്ല. അൽഹംദുലില്ലാഹ്. അതിൽ പെടണമെങ്കിൽ ഈ ചിട്ട അനുസരിച്ച് ജീവിക്കണം. അനുസ്മരണക്ക് വന്ന് കേട്ടങ്ങ് പോയാൽ പോരാ. ഈ ചിട്ട അനുസരിച്ച് ജീവിക്കുന്നവർക്കാണ് ജിലാനി തങ്ങൾ പറഞ്ഞത്, മുരീദീ
تمسك بي وكن بي واثقا لا أحميك بالدنيا ويوم القيامة أنا لي مريدي شافي عند ربه وأنجيه من شر الأمور وبلوته മുരീദി തമസ്സകി മുരീദേ എന്നെ മുറുകെ പിടിച്ചോ ലഅഹ്മീക ബിദുനിയാ ദുനിയാവിൽ നിന്റെ കാവലായി ഞാൻ ഉണ്ടായിരിക്കും വയൗമൽ ഖിയാമത്തി ഖിയാമത്ത് നാളിൽ നിനക്ക് കാക്കാൻ ഞാൻ ഉണ്ടായിരിക്കും وكن يا مريدي في ظل عهودنا لا أحضر للميزان وقت الوقيعة وكن يا مريدي أن مريدني يا مريدني آغنم حافظا لعهودنا ഞാൻ ചില കരാറുകൾ എന്റെ കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട് അതിനെ ശരിക്ക് പാലിക്കുന്നവനാകണം നിങ്ങളുടെ കരാറാ തൊട്ടുമ്പ് ഞാൻ വായിച്ചത് നീ അത് പാലിച്ചാൽ ലഅഹ്ദൂറു ലിൽമീസാനി വഖ്തൽ വഖീഅതി നീ വല്ലാത്ത വിഷമത്തിൽ വീഴാൻ പോകുന്ന ഘട്ടമാണല്ലോ നിന്നെ മീസാൻ തൂക്കുന്ന ഘട്ടം ഞാൻ നിനക്ക് ശഫാഅത്തിനുണ്ടാകും കേട്ടോ അനാലി മുരീദി ശാഫിഉൻ ഇൻദ റബ്ബിഹി വഉൻജീഹി മിൻ ശർറിൽ ഉമൂരി വബൽവതി എന്റെ മുരീദിന് ഞാൻ ശഫാഅത്ത് ചെയ്യും ആരാണ് ഫുലാന്റെ മുരീദ് അവരുടെ കൽപ്പനകൾ അവരുപദേശിച്ച കാര്യങ്ങൾ അവർ സ്നേഹിച്ചുകൊണ്ട് നടന്നവർ അവരുപദേശിച്ച കാര്യങ്ങൾ എടുത്തവർ അവരോട് ബന്ധം പുലർത്തിയവർ അല്ലാഹു അക്കൂട്ടത്തിൽ എന്നെയും നമ്മയും അല്ലാഹു തആല ആക്കി തരുമാറാകട്ടെ അല്ലാഹു അവരെ കൂടെ ആഖിറത്തിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു